സാംസ്കാരിക കേരളത്തിന്റെ വൈജ്ഞാനിക ഭൂപടത്തിൽ നിറസാന്നിധ്യമായി പ്രോജ്വലിച്ചു നിൽക്കുന്ന ശക്തമായ മേൽവിലാസമാണ് മർക്കസു സഖാഫത്തി സുന്നിയ. 3 പതിറ്റാണ്ടിന്റെ സേവന മികവോടെ 33ാം വാർഷികത്തിലേക്ക് പ്രയാണപാതമൂന്നുന്ന മർക്കസിന്റെ ചരിത്രം എക്കാലത്തും ധന്യമാർന്ന അധ്യായങ്ങളാണ്. സമകാലിക ലോകത്തിന്റെ ചിന്താപഥങ്ങളിൽ അവബോധത്തിന്റെ ഉത്തമ മൂല്യങ്ങൾ അറിവനുഭവങ്ങളായി പകർന്നു നൽകിയാണ് മർക്കസ് അതിന്റെ ജൈത്രയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. ഗ്രാമവിശുദ്ധിയുടെ സംശുദ്ധിയിൽ നിന്നും ഉയർക്കൊണ്ട ഒരു വ്യക്തിത്വത്തിന്റെ ദൈക്ഷണിക വിചാരങ്ങളിൽ ചിറകടിച്ചുയർന്ന ഒരാശയത്തിന്റെ പ്രതിഫലനമിന്ന് സമുന്നതവും വിപുലവുമായ വിജ്ഞാന സമന്വയ നികേതമായി തല ഉയർത്തി നിൽക്കുന്നു. സാംസ്കാരിക ലോകത്തിന്റെ വിളനിലവും ചരിത്രാനുഭവങ്ങളുടെ ബൃഹത് പ്രപഞ്ചത്തിൽ ദൃശ്യവിസ്മയത്തിന്റെ ചിരന്തന ചിത്രവുമാണിന്ന് മർക്കസ്. 1978 വിശ്വോത്തര പണ്ഡിതൻ മർഹൂം സയ്യിദ് അലവി മാലിക്കിയുടെ അനുഗ്രഹീത കരങ്ങളാണ് ഇന്ന് വൈജ്ഞാനിക ലോകം നമിക്കുന്ന ഈ വിശ്വവിദ്യാലയത്തിന് ശിലപാകിയത്. സാംസ്കാരിക സമൃദ്ധിയുടെ വിളനിലവും രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ചാലകശക്തിയുമായി വർത്തിക്കുന്ന മർക്കസ് ഇന്ന് എല്ലാ നിലയിലും എല്ലാ അർത്ഥത്തിലും ലോകതലത്തിൽ അടയാളപ്പെട്ടു കിടക്കുന്നു. കർമ്മകുശലതയുടെ കരുത്തുറ്റ അധ്യായങ്ങൾ അനർഘമായ കാഴ്ച സന്ദേശമായി കാലചുമരുകൾക്കുമീതെ രേഖപ്പെടുത്തുന്ന മർക്കസിന്റെ വളർച്ചാ വികാസത്തിന്റെ സൂത്രധാരനും ജീവനാഡിയും AP എന്ന ദ്വയാക്ഷരത്തിന്റെ പിന്നിലൊളിഞ്ഞിരിക്കുന്ന കാന്തപുരമെന്ന മഹാമനീഷിയാണ്. മർക്കസ് അടയാളപ്പെടുത്തിയ രേഖീയ ചിത്രങ്ങൾ സ്ഥാപനങ്ങളായി കാരുണ്യപ്രവർത്തനങ്ങളായി നിറഞ്ഞു നിൽക്കുന്നു. മർക്കസ് വരയ്ക്കുന്ന ഭൂപടം മാനവികതയുടേതാണ്. സ്നേഹസൗഹാർദ്ദത്തിന്റെ നിറക്കൂട്ടുകൾ വർണ്ണവിസ്മയങ്ങളായി പ്രകാശം പൊഴിക്കുന്ന ഈ വിദ്യാനികേതത്തിലേക്ക് കടന്നുവന്ന സ്വാത്വിക ഹൃദയങ്ങൾ, സാംസ്കാരിക നായകർ, രാഷ്ട്രനേതാക്കൾ, രാഷ്ട്രീയ മുഖങ്ങൾ എല്ലാമെല്ലാം നിരവധിയാണ്. ഭാരതത്തിന്റെ വൈജാത്യങ്ങളെയും വൈവിധ്യങ്ങളെയും ദേശീയോദ്ഗ്രഥനത്തെയും ഇസ്ലാമിക ബഹുസ്വരതയുടെ അളവുകോലിലൂടെ നോക്കിക്കാണാനും നാനാത്വത്തിൽ ഏകത്വമെന്ന സങ്കല്പത്തെ ആദരിക്കാനും മർക്കസിനായിട്ടുണ്ട്. കാന്തപുരമെന്ന ആദരണീയനായ പണ്ഡിത പ്രവരൻ ഒരു മഹാജനപദത്തെ വഴി നടത്തിയത് സമകാലിക ലോകത്തിന്റെ നേർപാതകളിലേക്കും നേരറിവുകളിലേക്കുമായിരുന്നു. ആ ദൈക്ഷണിക സഞ്ചാരത്തിന്റെ പ്രതിഫലനമായി മർക്കസ് അതിന്റെ ചിറകുകൾ ലോകത്തിന്റെ മേൽ വിരിക്കുന്നു, പുതിയൊരു ലോകത്തിന്റെ വീണ്ടെടുപ്പിനുള്ള സന്ദേശമായി. സമ്മേളന നഗരിയിലെ ഇന്നത്തെ ദൃശ്യങ്ങളിലൂടെ سأتلو إليكم ما تيسر من القرآن برواية ورش عن الإمام نافع بن عبد الرحمن المدني. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما ينطق عن الهوى إن هو إلا وحي يوحى. والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على سيدنا مولانا محمد وعلى آله وأصحابه سيدنا مولانا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه وما صليناه هدية مقبولة منا إلى حضرة سيدنا وشفيعنا المصطفى محمد صلى الله عليه وسلم. اللهم آتي الوسيلة والفضيلة وبعثه مقام محمود الذي وعدته. ഒരു പ്രഭാതത്തിൽ പുതിയൊരു ആശയവുമായി ഒരാൾ പൊട്ടിപ്പുറപ്പെട്ടാൽ ഒരിക്കലും തന്നെ അത് ഇസ്ലാമിൻ്റെതായി നാം വകവെച്ചു കൊടുക്കുകയില്ല. നമ്മുടെ ആദർശങ്ങൾ മുഴുവനും സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങളെല്ലാം അത് നമുക്ക് പരമ്പര മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്നതാണ്. എല്ലാ ആളുകളെയും
ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആ പരിശുദ്ധമായ ദീൻ, അള്ളാഹുവിന്റെ റസൂലിലൂടെ എത്തിയ ആ ദീൻ 23 വർഷക്കാലയളവിലായി മഹാന്മാരായ സ്വഹാബത്തിന്റെ കയ്യിൽ അത് ഏൽപ്പിച്ചു. കേവലം ഒരു പ്രസംഗത്തിൽ ഒതുക്കിയല്ല, 23 വർഷക്കാലത്തെ ജീവിതത്തിന്റെ ആകത്തുകയാണ് സ്വഹാബത്തിന് മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമർപ്പിച്ചത്. അതിന്റെ ആ ആകത്തുകയാണ് ദീൻ എന്ന് പറയുന്നത്. ആ ദീൻ കാര്യങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചര്യയാക്കി ചിട്ടയാക്കി പോന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന നിലക്ക് അതിന് സുന്നത്ത് എന്ന് പറയാം. അഹ്ലു സുന്ന എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ദീനുൽ ഇസ്ലാമിന്റെ ആളുകൾ എന്ന അർത്ഥമാണ്. അഹ്ലുൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറയുന്നതും അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നതും റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്ത് എന്ന് പറയുന്നതും, ഇനി മറ്റൊരു ഭാഷയിൽ ശരീഅത്ത് എന്ന് പറഞ്ഞാലും മില്ലത്ത് എന്ന് പറഞ്ഞാലും അതെല്ലാം പ്രയോഗങ്ങളിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചാൽ അടിസ്ഥാനപരമായി എല്ലാം ഒന്നാണ്. ആ ദീനിന്റെ ആകത്തുകയാണ് കൂട്ടലും കുറക്കലുമില്ലാത്ത വിധം അതിന്റെ ഒറിജിനാലിറ്റിയാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. എന്നല്ലാതെ വിശാലമായ ദീനിൻ പല പാർട്ടുകളാക്കി അതിലൊരു പാർട്ടാണ് സുന്നികൾ, അഹ്ലു സുന്ന. വേറെയും പല പാർട്ടുകളുണ്ട്, അങ്ങനെയല്ല. ഇസ്ലാം ഒന്നേ ഉള്ളൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷക്കാലയളവിൽ സ്വഹാബത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആ സ്വഹാബത്ത് തൊട്ട് ഇങ്ങനെ പരമ്പരാഗതമായി സ്വഹാബത്തിനെ പോലെ അതിന് ശേഷം വിശ്വസ്തരായി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള സാദിഖീങ്ങൾ എന്ന് ഖുർആൻ സൂക്തത്തിൽ തന്നെ മറ്റൊരിടത്ത് പരിചയപ്പെടുത്തിയ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വകൂനൂ മഅസ് സ്വാദിഖീൻ, അള്ളാഹുവിന്റെ ആ വാക്കിൽ എല്ലാ കാലത്തും ഇങ്ങനൊരു സാദിഖീങ്ങളുണ്ട് എന്ന് നമ്മളെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു കാലത്തുള്ള ജനങ്ങളോട് മാത്രമല്ല അള്ളാഹു അഭിസംബോധന ചെയ്തിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഏത് കാലത്തുമുള്ള സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, നിങ്ങൾ അള്ളാഹുവിന് തഖ്വ ഉള്ള ആളുകളാകണം. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നിങ്ങൾ നയിക്കണം. അതെന്താണ്? നേരത്തെ നാം പറഞ്ഞ ദീൻ അനുസരിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ നാം പറഞ്ഞ ആ സുന്നത്തനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. നബി തങ്ങളുടെ സുന്നത്തിനെ അനുധാവനം ചെയ്യണം. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, അല്ലാഹു റസൂൽ തന്നെ പറയാൻ വേണ്ടി അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരണം, അനുധാവനം ചെയ്യണം. അത് തന്നെയാണ് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് പറഞ്ഞ് അതിന് പിന്നിൽ തൊട്ട് പിന്നിൽ അല്ലാഹു തആല പറയുന്നത് വകൂനൂ മഅസ് സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരുടെ കൂടെ നിൽക്കണം. അപ്പൊ ഏത് കാലഘട്ടങ്ങളിലും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയണമെങ്കിൽ ഏതാണ് ആ യഥാർത്ഥമായ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സ്വാദിഖീങ്ങൾ, സത്യസന്ധരായ ആളുകൾ ഉണ്ടായേ പറ്റൂ. ആ സത്യസന്ധരുടെ പിന്തുടർച്ചയാണ് നാം പറയുന്ന ഈ ജമാഅത്ത്. മഹത്തുക്കളായ സ്വഹാബത്ത് തൊട്ട് ഖിയാമത്ത് നാൾ വരെ അവരെ അനുധാവനം ചെയ്തു പോന്ന സദ്വൃത്തരായ സജ്ജനങ്ങളായ കണ്ണിമുറിയാത്തൊരു ശൃംഖലയുണ്ട്. ആ ശൃംഖലക്കാണ് വൽ ജമാഅ എന്ന് നാം പറയുന്നത്. ദീനിൽ ഇക്റാഹ് ഇല്ല, നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ച് പമ്പിച്ച് ഭയപ്പെടുത്തി ഈ മുസ്ലിം ആകണില്ലെങ്കിൽ എൻ്റെ അന്നം മുടക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ വെള്ളം മുടക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ലൈറ്റ് മുടക്കുന്നു, അല്ലെങ്കിൽ റോഡ് മുടക്കുന്നു, ഇങ്ങനെ ഒരു ഭീകരവാദമോ തീവ്രവാദമോ ഒന്നും ഇസ്ലാമിലില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഖുർആനിൽ പരസ്യമായിട്ട് പറഞ്ഞാണല്ലോ ഇസ്ലാമിൽ ഇക്റാഹ് ഇല്ല. ഇസ്ലാം എന്ന് പറഞ്ഞത് ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ട് അവൻ്റെതായിട്ട് അറിഞ്ഞിട്ട് ആകർഷിച്ച് ഓൻ്റെതായിട്ട് പ്രവർത്തിക്കുക. ഇസ്ലാമിൻ്റെ സത്യം ഒരാൾക്ക് മനസ്സിലായി, എൻ്റെ വീട് എൻ്റെതാണെന്ന് മനസ്സിലായാൽ
കാരണമില്ലാതെ ഈ വീടിറക്കാൻ ഒരാൾ വരികയാണെങ്കിൽ ഞാൻ ഒഴിഞ്ഞറിയില്ല അത് എൻ്റെതാണ് എന്ന് പറയാനുള്ളൊരു വികാരം അവനുണ്ടായ മാതിരി ഞാൻ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ അല്ലല്ലാതെ ഇലാഹില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു എന്നൊരാൾ വിശ്വസിച്ചാൽ ഞാൻ അവനോട് പറയാണ് അത് പറ്റൂല ഇല്ല അല്ലല്ല എന്ന് പറയണം എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സ് സമ്മതിക്കൂല. ഇന്നുണ്ടായിരുന്ന പരിപാടികൾ അവിടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചില അത്യാവശ്യ മീറ്റിങ്ങുകളായിരുന്നു. അത് മാറ്റിവെച്ചിട്ടാണ് ഇവിടെ എത്തിയത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ മഹത്വം എനിക്ക് മനസ്സിലായത്. ഏതെങ്കിലും കാരണവശാൽ ഞാൻ പറഞ്ഞപ്പോൾ സൈഫുദ്ദീൻ ഹാജി അത് കേൾക്കുകയും ഞാൻ വരാതിരിക്കുകയും ചെയ്തായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വലിയ കനത്ത ഒരു നഷ്ടം സംഭവിച്ചേനെ. നമ്മൾ നന്മയിലേക്ക് അടുക്കാൻ, തിന്മ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെടിയാൻ, അതിലൂടെ രാജ്യ പുരോഗതി ഉറപ്പുവരുത്താൻ, നാട് നന്മയിലേക്ക് മുന്നോട്ട് പോകാൻ ഒക്കെ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾക്കല്ലാതെ, ഇത്തരത്തിലുള്ള വേദികൾക്കല്ലാതെ ഈ രാജ്യത്ത് മറ്റ് പ്രസക്തിയില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് രാജ്യം. അവിടെയാണ് മർക്കസിന്റെ ഈ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളുടെ പ്രസക്തി. ഇവിടെ പാണ്ഡിത്യം ലഭിച്ച അല്ലെങ്കിൽ പണ്ഡിതരായി അംഗീകരിക്കപ്പെട്ട കുറേയധികം ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. അവരുടെ ജോലി ഈ രാജ്യത്ത് നടന്ന് തിന്മ പ്രസംഗിക്കലല്ല, നന്മ, നല്ല മാർഗം, രാജ്യപുരോഗതി, നാടിൻ്റെ എല്ലാ തരത്തിലുള്ള ഉയർച്ച, വ്യാവസായ രംഗത്തെ വളർച്ച, കാർഷിക രംഗത്തെ വളർച്ച, എല്ലാ പുരോഗമന പ്രവർത്തനങ്ങളും, വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകണം, അതിലൂടെ മാത്രമേ നമുക്ക് നന്മയുള്ളൂ, രക്ഷയുള്ളൂ എന്നെല്ലാം പ്രചരിപ്പിക്കലാണ്. അപ്പം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെ നന്നായി നേതൃത്വം കൊടുക്കുന്ന AP ഉസ്താദിൻ്റെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ, AP ഉസ്താദ് ഇവിടെ വന്നതുകൊണ്ടല്ല അദ്ദേഹത്തെ, അല്ലെങ്കിൽ ഞാനൊരു വാക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനിരിക്കുകയായിരുന്നു. കാരണം ഞാൻ അത്രയേറെ ആദരിക്കപ്പെടുന്ന ഒരാളാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന, ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതാണ് ആ മഹത്വം. ജീവകാരുണ്യ പ്രവർത്തനം എൻ്റെ കോടാനുകോടി രൂപ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാം, എനിക്കും ചെയ്യാം, ഉസ്താദിനും ചെയ്യാം, ഇവിടെ ഇരിക്കുന്ന ആർക്കും ചെയ്യാം. പക്ഷേ ഒരു രൂപ പോലും ഇല്ലാതെ, അതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. രൂപ എൻ്റെ കയ്യിലില്ല, രൂപ നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈകളിലുണ്ട്. നല്ല ധന്യാത്മാക്കളുടെ കൈകളിൽ പണമുണ്ടെങ്കിൽ അത് നല്ല വഴിക്ക് വിനിയോഗിക്കുന്നു എന്ന് കണ്ടാൽ ആ പണം എല്ലാം ഇങ്ങനെ വരും. നന്മയേറിയ പ്രവർത്തനങ്ങളിലാണ് വിനിയോഗിക്കുന്നതെങ്കിൽ പണം വരും. പക്ഷെ ഒരിക്കൽ പണം കിട്ടിയാൽ അത് വേറെ വഴിക്ക് വിനിയോഗിക്കാനാണ് ഇവിടെ പരിശ്രമിക്കുന്നതെങ്കിൽ ആ പണം അതോടെ നിൽക്കും. വരവുണ്ടാവില്ല, ഒഴുക്കുണ്ടാവില്ല. മനസ്സിലായല്ലോ? അത് ആ ഒഴുക്ക്, നന്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആ സ്രോതസ്, ആ സാമ്പത്തിക സ്രോതസ് അനർഗളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന നന്മയേറിയ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ ധീരമായ നേതൃത്വം കൊടുക്കുന്നു എന്നതാണ് അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം. അതുകൊണ്ടാണ് മുസ്ലിം സമൂഹം മാത്രമല്ല, കേരളീയ സമൂഹം, ഒരുപക്ഷെ ഞങ്ങളെല്ലാം അദ്ദേഹത്തെ ആദരിക്കുന്നത് ഇത്തരത്തിലുള്ള നന്മയേറിയ ധാരാളം അശരണരായ, ആലംബഹീനരായ, ഒരുപക്ഷെ നിങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ഉസ്താദ് നടത്തുന്ന ഇത്തരം കേന്ദ്രങ്ങളിൽ ആ പയ്യൻ അല്ലെങ്കിൽ ആ പെൺകുട്ടി എത്തിയില്ലായിരുന്നുവെങ്കിൽ ഏറ്റവും വലിയ ക്രിമിനലായി ആ കുട്ടി ഭാവിയിൽ മാറാൻ വഴിയുണ്ട് എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. അങ്ങനെ അനേകായിരങ്ങളെ നല്ല മാർഗത്തിലൂടെ നല്ല കേന്ദ്രങ്ങളിൽ എത്തിച്ച് അവരെ ഈ രാജ്യത്തിന് വേണ്ടി വളർത്തി വലുതാക്കി വിടുന്ന ഏറ്റവും ധന്യമായ ഒരു കർമ്മമാണ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര തലത്തിൽ തുടങ്ങി സംസ്ഥാന തലത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും സ്വാധീനശേഷിയുള്ള ചുരുക്കം മലയാളികളിൽ ഒരാളായി അദ്ദേഹം ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല,
ലോകത്തിലെ വിവിധ പണ്ഡിത സമ്മേളനങ്ങളിൽ ഈജിപ്തിലായാലും ഡമാസ്കസിലായാലും ദുബായിലായാലും ലോകത്തിലെ വിവിധ വേദികളിൽ ഏറ്റവും ആദരവോടെ സ്വീകരിക്കപ്പെടുന്ന ഇന്ത്യക്കാരിൽ പ്രമുഖനാണ് അദ്ദേഹം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു വേദി ലഭിച്ചതുകൊണ്ട് പറയുന്നതല്ല. എല്ലാ വേദികളിലും അഭിമാനപൂർവ്വം പറയത്തക്ക നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഉയർന്നു വന്നു എന്നത് ഇന്ന് സുന്നി പ്രസ്ഥാനത്തിൻ്റെ ശത്രുക്കൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ಒಬ್ಬರ ವ್ಯಕ್ತಿತ್ವ ಇಡೀ ಸಮಾಜದಲ್ಲಿ ಹೇಗೆ ಕ್ರಾಂತಿಕಾರಿ ಬದಲಾವಣೆ ಮಾಡ್ತಾರಂತ ತೋರಿಸಬೇಕಿದ್ರೆ ಅದು AP ವಸ್ತ್ರದವರು ಬರೀ ಭಾರತಕ್ಕಲ್ಲ ಇಡೀ ವಿಶ್ವಕ್ಕೆ ತೋರಿಸಿ ಕೊಟ್ಟಿದ್ದಾರೆ ಅಂತ ಹೇಳಿ ಬಹಳ ಹೆಮ್ಮೆಯಿಂದ ನಾನು ಇವತ್ತು ಹೇಳಲಿಕ್ಕೆ ಇಚ್ಛಿಸ್ತೇನೆ. ಬೇರೆ ಬೇರೆ ಸಾಮಾಜಿಕವಾಗಿಯೂ ಶೈಕ್ಷಣಿಕವಾಗಿಯೂ ಧಾರ್ಮಿಕವಾಗಿಯೂ ಬೇರೆ ಬೇರೆ ರೀತಿಯನ್ನು ಕೊಟ್ಟು ಬರೀ ಈ ಪ್ರದೇಶಕ್ಕೆ ಮಾತ್ರ ಸೀಮಿತವಾಗಿಲ್ಲ, ಅದು ಕರ್ನಾಟಕ ಇರಲಿ, ಇನ್ನಿತರ ರಾಜ್ಯ ಇರಲಿ, ದೇಶ ಇರಲಿ, ಇನ್ನಿತರ ಪ್ರದೇಶ ಕೂಡ ತಮ್ಮ ಸಂಸ್ಥೆಯನ್ನು ಹಮ್ಮಿಕೊಂಡು ಸಮಾಜಕ್ಕೆ ದೊಡ್ಡ ಕೊಡುಗೆಯನ್ನು ಕೊಟ್ಟಿದ್ರೆ ಬಹುಶಃ ಇತರಿಗೆಲ್ಲರಿಗೂ ಕೂಡ ಒಂದು ಮಾದರಿ ಆಗಬೇಕಂತ ನಾವು ಕಲಕಲೆಯಿಂದ ಕೇಳುವಂಥದ್ದು. ഈ സാമ്പത്തികം തന്നെ പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ അവർക്കാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയപ്പോൾ അതിനുള്ള സംവിധാനം വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ സമൂലമായ ഒരു മാറ്റമുണ്ടാക്കാൻ സാധിച്ചു. 2003 ആഗസ്റ്റ് മാസത്തിൽ സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ നിലവിൽ വരികയും അങ്ങനെ നിലവിലുള്ള യൂണിറ്റുകളെല്ലാം കൂടി റീജിയണൽ അടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലും സ്റ്റേറ്റ് അടിസ്ഥാനത്തിലും സംഘടിപ്പിച്ചുകൊണ്ട് കാര്യമായ ചില പ്രവർത്തന മേഖലകളിലേക്ക് കാലെടുത്ത് വെക്കാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 7 കൊല്ലക്കാലത്തെ പ്രവർത്തനം കൊണ്ട് വലിയൊരു മുന്നേറ്റം തന്നെ ഈ വിഷയത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അള്ളാഹു എന്ന് പറയുന്നത് അസ്ലിൽ അത് വസ്ഫായിരുന്നു. ഇപ്പോൾ അലമുമ്പിൽ ഒരബത്തി, ഇപ്പോൾ അത് അലമായി ഉപയോഗപ്പെടുത്തുന്നു. അലമു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, അത് ജുസ്ഇയ്യത്തിന്റെ ഉൾക്കൊള്ളുന്ന ഏറ്റവും സങ്കുചിതമായ, മറ്റൊരാൾക്ക് പങ്കുചേരുവാൻ സാധ്യതയില്ലാത്ത ഒരു പേരാണ് അലമ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇമാം സഅദുദ്ദീൻ തങ്ങൾ പറഞ്ഞു, തന്റെ തഹദീബിൽ പറഞ്ഞത് കാണാൻ കഴിയും, ഇനിത്തഹദ മഅനാഹു ഫമഅ തശഖുസിഹി വളഅൻ അലമുൻ. ഒരു സാധനം അതിന്റെ മുഴുവൻ തശഖുസിയാത്തുകളും കൂടി ഒരുമിച്ച് കൂട്ടപ്പെട്ടുകൊണ്ട് നിശ്ചയിക്കുന്നതാണ് അലമ്. അപ്പൊ അള്ളാഹു എന്നത് അലമു എന്ന് പറയുമ്പോൾ അള്ളാഹു ആകുവാനുള്ള തശഖുസിയാത്തുകൾ അഥവാ നമ്മൾ ബയോഡാറ്റ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ സമ്പൂർണമാകുന്ന സവിശേഷതകളുടെ സമന്വയത്തിനാണ് നിശ്ചയിക്കുന്ന പേരാണ് അലമു. അതുകൊണ്ട് തന്നെ അഖ്ലിയായി തന്നെ അലമിൽ ഇഷ്തിറാക്ക് വരാൻ സാധ്യതയില്ല. അപ്പൊ ഹഖീഖിയായ ശിർക്ക് ലോകത്തുണ്ടാവുകയില്ല. പക്ഷെ ശിർക്ക് സമാന്തരമായി സൃഷ്ടിക്കുവാൻ ചില കുൽസിത ബുദ്ധികൾ കച്ചകെട്ടി ശ്രമിക്കുകയാണ്. ആ ശ്രമത്തെ പരാജയപ്പെടുത്തുവാനാണ് 1,00,000-ൽ പരം അമ്പിയാക്കന്മാർ അവിടെ പരിശ്രമിച്ചത്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവരുടെ പ്രഖ്യാപനം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹും ഇല്ല എന്നാണ്. അപ്പൊ അലമു എന്ന് പറയുന്ന ജുസ്ഇയ്യന്റെ സ്ഥാനത്തായി ഉലമാക്കൾ നിശ്ചയിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ അലമ്, അതിൽ ഒരിക്കലും ഒരു ശിർക്കിന് അഖ്ലിയായോ ആദിയായോ സാധ്യതയില്ല. പിന്നെ അത് അർഹതയല്ലാതെ കെട്ടിച്ചമച്ചുകൊണ്ട് സമാന്തര ഇലാഹുകളെ സൃഷ്ടിക്കുകയാണ് ഇവിടെയുള്ള മുശ്രിക്കീങ്ങൾ ചെയ്യുന്നത്. അത് മുഴുവനും അമ്പിയാക്കന്മാർ അവസാനിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികിൽ വന്ന് ഒരു പെണ്ണ് എൻ്റെ ശരീരത്തെ ഞാൻ തങ്ങൾ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ഇല്ലാതെ തന്നെ ആ നിക്കാഹ് സാധുവാണ്. പക്ഷെ അതിനർത്ഥം അതൊരു സുന്നത്താക്കി നമുക്ക് അത് പറ്റും എന്നല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം 9 നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല, അനുഷ്ഠിച്ച് കാണിച്ചു തന്നിട്ടില്ല. പക്ഷെ അതുകൊണ്ട് നമുക്ക് ആ മുഹറം 9 നോമ്പ് സുന്നത്തില്ല എന്ന് പറയാൻ പറ്റില്ല. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തോ എങ്കിൽ അത് സുന്നത്ത്, നബി തങ്ങൾ ചെയ്തിട്ടില്ലേ എങ്കിൽ അത് ബിദ്അത്ത് എന്ന ഈ വാദഗതി തന്നെ വിഡ്ഢിത്തമാണ്. സംഭവം എന്താണെന്ന് അറിയാത്ത ഒരുപാട് വിവരം കുറഞ്ഞ ആളുകൾ പക്ഷെ ഇതുപോലെ ബാഹ്യമായ തെറ്റിദ്ധരിപ്പിക്കലിൽ കുടുങ്ങി ആദർശത്തിൽ നിന്ന് പഴച്ചു പോകാറുണ്ട്. വർദ്ധിച്ചു വരുന്ന കുറ്റവാസനയിലും ഈ സമ്മേളനം അതിയായ ഉത്കണ്ഠ രേഖപ്പെടുത്തുന്നു.
പാവപ്പെട്ടവരുടെ ചെറിയ വരുമാനത്തെയും ശുഷ്കമായ സമ്പാദ്യങ്ങളുടെയും കൊള്ളയടിക്കുന്ന ലോട്ടറി എന്ന സാമ്പത്തിക ചൂഷണം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന് കേരള സർക്കാരുകളോട് ഈ യോഗം ആവശ്യപ്പെടുന്നു. ഈ വേദിയിൽ പങ്കെടുത്ത് നമുക്ക് നേതൃത്വം നൽകിയ പ്രസംഗിച്ച പ്രഭാഷകർക്കും ഉസ്താദുമാർ, സാദാത്തുക്കൾ, മുഴുവൻ പണ്ഡിതന്മാർക്കും മർക്കസിൻ്റെ നന്ദി അറിയിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജഗന്നിയന്താവായ നാഥന്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. മർക്കസ് അതിൻ്റെ പ്രവർത്തന പന്ഥാവിൽ 33 വർഷങ്ങൾ പിന്നിടുകയാണ്. പിന്നിട്ട കാലയളവ് മുഴുവൻ ഒരുപാട് അടയാളപ്പെടുത്തലുകൾ കേരളത്തിൻ്റെ മതസാംസ്കാരിക മേഖലയിൽ നടത്തിയെന്ന ആത്മനിർവൃതിയോടെയാണ് 34ാമത്തെ വയസ്സിലേക്ക് ഈ സ്ഥാപനം പ്രവേശിക്കുന്നത്. ഒരു കാലത്ത് മതവിദ്യാഭ്യാസം മാത്രമുണ്ടായിരുന്ന ഒരു തലമുറയും ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ സമീപത്തെത്താൻ സാധ്യമാകാത്ത മറ്റൊരു വിഭാഗവും ഭൗതിക വിദ്യാഭ്യാസം സിദ്ധിച്ചവർക്ക് തന്നെ മതവിദ്യാഭ്യാസം തീരെയില്ലാതിരുന്ന മൂന്നാമത്തെ വേറൊരു കൂട്ടരും, അങ്ങനെ വ്യത്യസ്ത തട്ടുകളിലായിരുന്നു കേരളത്തിലെ ഇസ്ലാമിക സമൂഹം. ആത്മീയ ഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് നൂതനമായ ഒരു വിദ്യാഭ്യാസ രീതി വാർത്തെടുക്കുമ്പോൾ ഷേഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവർ ഒരിക്കലും തന്നെ അതൊരു മഹാവൃക്ഷമായി ഇത്രമാത്രം പടർന്ന് പന്തലിക്കും എന്ന് കരുതിയിട്ടുണ്ടാവില്ല. ആദ്യം അത്തരം ഒരാശയത്തെ വിമർശിച്ചവർ, ആ ഒരു ചിന്താഗതിയോട് പുറംതിരിഞ്ഞു നിന്നവർ, എന്തുകൊണ്ട് 2 വിദ്യാഭ്യാസ രീതികളെയും സമന്വയിപ്പിച്ചുകൂടാ എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ പകച്ചു നിന്നവർ, അവസാനം ഈ മഹാവിജയത്തിൻ്റെ പ്രയാണത്തോടൊപ്പം കൂടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മതരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആത്മാഭിമാനമുണ്ടെന്നും കേരളീയ പൊതുസമൂഹത്തിന് അവരെ നിരാകരിക്കാൻ കഴിയില്ലെന്നും ഷേഖുന AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സുന്നി പ്രസ്ഥാനം കേരളത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ ബോധ്യപ്പെടുത്തി കൊടുക്കലിന് എല്ലാവരും വശപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യം. എതിർത്തവരും വിമർശിച്ചവരും അവസാനം യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മർക്കസിൻ്റെ ചരിത്രം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയുടെയും ആത്മീയ നിർവൃതിയുടെ പുതിയ തലങ്ങൾ തേടിയുള്ള യാത്രയുടെയും ചരിത്രമാണ്. ഒരു മനുഷ്യൻ്റെയും ഒരു സ്ഥാപനത്തിൻ്റെയും ചരിത്രം ഒരു കാലത്തിൻ്റെയും ഒരു സമൂഹത്തിൻ്റെയും ചരിത്രമാക്കി മാറ്റുക എന്ന് പറയുന്നത് എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നല്ല. മർക്കസിൻ്റെ വളർച്ചയിൽ അഭൂതപൂർവമായ പങ്കാളിത്തം വഹിച്ചവരാണ് പ്രവാസികൾ എന്നുള്ളത് കൊണ്ടാണ് മർക്കസ് അതിൻ്റെ വാർഷികാഘോഷ പരിപാടികളോടനുബന്ധിച്ച് പ്രവാസികളെ ഓർക്കുകയും അവരുടെ നന്മ നിറഞ്ഞ മനസ്സുകളെ അഭിനന്ദിക്കുകയും ചെയ്യാൻ പ്രത്യേകമായ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുന്നത്. പ്രവാസം
മനുഷ്യജീവിതത്തിൻ്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ പ്രവാചകന്മാരും പ്രവാസികളായിരുന്നിട്ടുണ്ട്. ജന്മനാടുകളിൽ നിന്ന് മറ്റുള്ള ദിക്കുകളിലേക്കും ദേശങ്ങളിലേക്കും പലായനം ചെയ്യുവാൻ പ്രവാചകന്മാർ നിർബന്ധിതരായി. പ്രവാസ ജീവിതം തേടി ചെന്ന നാടും നഗരവും സമൂഹവും അവരെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. ലോകചരിത്രത്തിൽ പ്രവാസത്തിൻ്റെ മാധുര്യം നുകരാത്ത, അതിൻ്റെ നോവനുഭവിക്കാത്ത സമ്മിശ്രമായ ഒരു വികാരത്തിൻ്റെ തീക്ഷ്ണതയാണ് പ്രവാസ ജീവിതം എന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാസ ജീവിതം അവരുടെ ആദർശ ജീവിതത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒന്നാണ്. നോ പ്രൊഫറ്റ് ഹാസ് ഹോണേഡ് ഇൻ ഹിസ് ഓൺ പ്ലേസ് എന്ന് ഇംഗ്ലീഷിൽ ഒരു പഴമൊഴിയുണ്ട്. ഒരു പ്രവാചകനും ജന്മദേശത്ത് ആദരിക്കപ്പെട്ടിട്ടില്ല എന്ന്. ഒരുപക്ഷെ അത് അവരുടേതായിട്ടുള്ള മതധാരണയിൽ രൂപപ്പെട്ടു വന്ന ഒരു വാചകമാകാം. പക്ഷേ അതിൽ വളരെ വളരെ ഭാഗികമായി ശരിയുടെ അംശങ്ങളുണ്ട് എന്ന് നമുക്കും ബോധ്യമാകാറുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളുടെ സംഭാവന മത, സാമൂഹ്യ, സാംസ്കാരിക മേഖലയെ മാത്രമല്ല പുഷ്കലമാക്കിയത്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും വിദ്യാഭ്യാസ സാമ്പത്തിക പുരോഗതിയെ അത് എന്തുമാത്രമാണ് ത്വരിതപ്പെടുത്തിയത് എന്നുള്ളതിന് ചരിത്രത്തിൽ സമാനതകൾ കാണാൻ നമുക്കാവില്ല. ഏതാണ്ട് 3.5 കോടിയാണ് കേരളത്തിലെ ജനസംഖ്യ. ഈ 3.5 കോടിയിൽ 30 ലക്ഷം ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. 40 ലക്ഷത്തോളം കേരളീയർ കേരളത്തിന് പുറത്ത് അന്യ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ പട്ടണങ്ങളിൽ, നഗരങ്ങളിൽ, ഗ്രാമങ്ങളിൽ ഉപജീവനം തേടി പോയിട്ടുള്ളവരാണ്. 30 ലക്ഷത്തോളം ആളുകൾ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നു. 40 ലക്ഷത്തോളം മലയാളികൾ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ, അന്യ സംസ്ഥാനങ്ങളിൽ ഉപജീവനം തേടി പോകുന്നു. കേരളത്തിലെ മുസ്ലിം സമൂഹം മറ്റിതര സംസ്ഥാനങ്ങളിലെ മുസ്ലിം സമൂഹത്തെ പോലെ അല്ല. കേരളത്തിലെ മുസ്ലിം സമൂഹം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ മുസ്ലിം സമൂഹത്തെ പോലെ അല്ല. അവർ ഒരു ട്രേഡ് കമ്മ്യൂണിറ്റിയാണ്, ഒരു കച്ചവട സമൂഹമാണ്. അവസരങ്ങളും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും തേടി ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിലേക്ക് അവർ പോവുകയുണ്ടായിട്ടുണ്ട്. ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവരുടെ യാത്ര. നാട്ടിൽ പട്ടിണിയും പരിവട്ടവും വർദ്ധിച്ചപ്പോൾ, കുടുംബത്തിൻ്റെ അന്നം മുട്ടുന്ന സാഹചര്യമുണ്ടായപ്പോൾ, കഷ്ടപ്പാടുകളുടെ നടുക്കയത്തിൽ നിന്ന് വിമോചിതമാകുവാൻ വേണ്ടി ജീവിതം കരിച്ചു തീർക്കുവാൻ തന്നെ തീരുമാനിച്ച ഒരുപറ്റം സാഹസികർ വ്യത്യസ്ത വഴികളിലൂടെ മധ്യപൗരസ്ത്യ രാജ്യങ്ങളിൽ എത്തിപ്പെടുകയായിരുന്നു. മലേഷ്യയായിരുന്നു മുമ്പ് മലയാളികളുടെ പ്രവാസ ജീവിതത്തിൻ്റെ ദേശമെങ്കിൽ പിന്നീടത് മധ്യപൗരസ്ത്യ രാജ്യങ്ങളായി മാറി. അങ്ങനെ അവർ ഒരു മെഴുകുതിരി പോലെ മണൽക്കാട്ടിൽ തങ്ങളുടെ ജീവിതം ഹോമിച്ച് മറ്റുള്ളവർക്ക് പ്രകാശം പരത്തി സ്വയം ഉരുകിത്തീർന്നു. നമ്മിൽ നിന്നവർ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പ്രശംസിക്കുക,
വാക്കുകളിൽ പോലും പിശുക്ക് കാണിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അഭിനന്ദിക്കുവാനുള്ള സന്മനസ്സെങ്കിലും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രവാസികളോട് ഉണ്ടാവേണ്ടതുണ്ട്. അവർ അത്രമാത്രമാണ് കേരളത്തിനും രാജ്യത്തിനും വേണ്ടി അത്യധ്വാനം ചെയ്തത്. സംസ്ഥാന ഗവൺമെന്റ്, സംസ്ഥാന സർക്കാർ ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ 35,000 കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി നീക്കിവെക്കാറുള്ളത്. എന്നാൽ ഒരു വർഷം ഈ സംസ്ഥാനത്തേക്ക് ഒഴുകുന്ന പ്രവാസികളുടെ സംഭാവന എത്രയാണ് എന്ന് നിങ്ങൾക്കറിയുമോ? ഒരു ഗവൺമെന്റ് ഒരു സംസ്ഥാനത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി നീക്കിവെക്കുന്ന 35,000 കോടി രൂപയിലും അധികമാണത്. 45,000 കോടി രൂപ നമ്മളുടെ സംസ്ഥാനത്തേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരു വർഷം ഒഴുകിയെത്തുന്നു. ആ ഒഴുക്കാണ് നമ്മുടെ ജീവിതത്തെ പുഷ്കലമാക്കിയത്. ആ ഒഴുക്കാണ് നമ്മളുടെ ജീവിതത്തെ സമൃദ്ധമാക്കിയത്. ആ കനിവിന്റെ ഉറവിടമില്ലായിരുന്നു എങ്കിൽ പ്രവാസികളുടെ സംഭാവനകളെ മാറ്റി നിർത്തിയാൽ പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും ഇന്നലകളിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു പോകേണ്ടി വരും. നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് അറുതിയായത്, നമ്മളുടെ ദുരിതങ്ങൾക്ക് സമാപ്തിയായത്, നമ്മളുടെ ദുരന്തങ്ങൾക്ക് യവനിക വീണത് പ്രവാസികളായ നമ്മളുടെ സ്നേഹിതന്മാരും സുഹൃത്തുക്കളും അവരുടെ യൗവനം മണൽക്കാട്ടിൽ കരിച്ച് നമുക്കയച്ചു തന്ന സമ്പത്തിന്റെ സമൃദ്ധിയുടെ പിൻബലത്തിലായിരുന്നു എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ കഴിയുന്ന ഒന്നല്ല. അവർ തങ്ങളുടെ കുടുംബത്തെ മാത്രമല്ല നോക്കിയത്, തങ്ങളുടെ ബന്ധുമിത്രാദികളെ മാത്രമല്ല അവർ ഗണിച്ചത്. മത സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ ഉയർന്നു വന്ന എല്ലാ സംഘടനകളെയും, എല്ലാ പ്രസ്ഥാനങ്ങളെയും, എല്ലാ സ്ഥാപനങ്ങളെയും അവർ പാലൂട്ടി വളർത്തുകയുണ്ടായി. അവരധ്വാനിക്കുമ്പോൾ അവരുടെ വിയർപ്പിന്റെ ഒരു വലിയ ഭാഗം നാടിനും ദീനിനും സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി അവർ സംഭാവന ചെയ്തു. ആ സംഭാവനയാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തെ ഐശ്വര്യപൂർണമായ ഒരു അവസ്ഥയിലേക്ക് വഴി നടത്തിയത്. നമുക്കുമുണ്ടായിരുന്നു കഷ്ടപ്പാടിന്റെ കാലം. 1498 വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങിയ അന്ന് മുതൽ 1921 വരെ നീണ്ടുനിന്ന നൂറ്റാണ്ടുകളുടെ കാലദൈർഘ്യത്തിനിടയിൽ സാമ്രാജ്യത്വ പോരാട്ടങ്ങൾക്ക് ഒരുപാട് കേരളത്തിലെ മലബാറിലെ മാപ്പിളമാർ നേതൃത്വം കൊടുക്കുകയുണ്ടായി. ധീരമായ ചെറുത്തുനിൽപ്പിന്റെ ഒരുപാട് അധ്യായങ്ങൾ അവർ തുന്നിച്ചേർക്കുകയുണ്ടായി. നിരന്തരമായ പോരാട്ടങ്ങളും സംഘർഷങ്ങളും ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളും അവരെ വല്ലാത്ത ഒരു സാമ്പത്തിക സാമൂഹ്യ പിന്നോക്കാവസ്ഥയിലേക്കാണ് എത്തിച്ചത്. സമരം അതിന്റെ മൂർധന്യത്തിലെത്തിയപ്പോൾ ഒരു വലിയ മഹാവിസ്ഫോടനം ഉണ്ടായി. ആ വിസ്ഫോടനത്തിന്റെ ബാക്കി പത്രം എന്തായിരുന്നു? 10,000-ലധികം മാപ്പിളമാർ കൊല്ലപ്പെട്ടു. 20,000-ലധികം മാപ്പിളമാരെ കാണാനില്ലാതായി. 40,000-ലധികം മാപ്പിളമാർ അംഗവൈകല്യം സംഭവിച്ച് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന പരുവത്തിൽ ജീവിതം തള്ളി നീക്കി. 30,000-30,000-ഓളം വരുന്ന മാപ്പിളമാരെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് നാടുകടത്തി. മലബാറിലെ മാപ്പിള സ്ത്രീകൾ അക്കാലത്ത് അനുഭവിച്ച ദുരന്തങ്ങൾക്ക് കയ്യും കണക്കുമില്ലായിരുന്നു. മക്കൾ വിശന്ന് കരഞ്ഞപ്പോ വിശപ്പടക്കാൻ തങ്ങളുടെ മാനം പോലും കുബേരന്മാരുടെയും ധനാഢ്യന്മാരുടെയും വീട്ടുപടിക്കൽ അവർക്ക് കാണിക്ക വെക്കേണ്ടി വന്നു എന്നുള്ളത് ചരിത്രത്തിൽ നാം വായിച്ചിട്ടുള്ളതാണ്. അത്തരം കഷ്ടപ്പാടിന്റെ ഒരു കാലത്ത് നിന്ന് സമൃദ്ധിയുടെ, അഭിവൃദ്ധിയുടെ ഒരു പുതിയ വഴിത്താരയിലേക്ക്
നമ്മൾ വഴി നടന്നത് പ്രവാസികളായ നമ്മളുടെ സ്നേഹിതന്മാരുടെ അക്ഷീണമായ പ്രയത്നത്തിന്റെ പിൻബലത്തിലായിരുന്നു എന്നുള്ളത് നാം മറക്കരുത്. അത് മറന്നാൽ നമുക്കൊരു ചരിത്രമുണ്ടാവില്ല. അത് മറന്നാൽ അതിനേക്കാൾ വലിയ നന്ദികേട് നമുക്കുണ്ടാവില്ല. ആ നാടും അങ്ങനെ തന്നെയാണ് നമ്മളോട് പ്രതികരിച്ചതും നമ്മളോട് അനുഭാവപൂർണമായി പ്രതികരിച്ചതും. ആ മണ്ണിന്റെ പ്രത്യേകത കൂടിയാണ് അത്. എന്തുകൊണ്ടാണ് യൂറോപ്പിലേക്ക് പോകുന്ന മലയാളികൾ, പ്രവാസികൾ, മധ്യപൗരസ്ത്യ ദേശങ്ങളിലേക്ക് പോകുന്ന പ്രവാസികളെ പോലെ രാജ്യത്തോടടുത്ത് നിൽക്കാത്തത്, സമൂഹത്തോട് ഒരുമ്മി നിൽക്കാത്തത് എന്ന് പലപ്പോഴും ചിലർ വിശകലനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. മധ്യപൗരസ്ത്യ ദേശത്ത് ചെന്നവർ ആ നാടിന്റെ സംസ്കാരവും ആ മണ്ണിന്റെ ഗുണവും പ്രകടിപ്പിച്ചുകൊണ്ട് പിറന്ന നാടിനോടും പിറന്നു വീണ സമൂഹത്തോടും പിറന്നു വീണ ആദർശ പ്രസ്ഥാനത്തോടും അഭേദ്യമായ കൂറും ബന്ധവും പുലർത്തി. അവർ കിട്ടുന്നതെല്ലാം നാട്ടിലേക്ക് കൊടുത്തയച്ചു. അവർക്ക് അവിടെ സമ്പാദ്യങ്ങളൊന്നുമില്ല. നാടാണ് അവരുടെ എല്ലാം. ഇരട്ട പൗരത്വത്തിന് അവസരം കിട്ടിയിട്ട് പോലും അത് നിരാകരിച്ചു മലയാളികളായിട്ടുള്ള പ്രവാസികൾ, ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികൾ. അങ്ങനെ പ്രവാസത്തിന്റെ നേരും നെറിയും മാധുര്യവും നൊമ്പരവും എല്ലാം നെഞ്ചേറ്റിയാണ് നമ്മളുടെ സമൂഹത്തെയും രാജ്യത്തെയും അവർ സംരക്ഷിച്ചു നിർത്തിയത് എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ നന്ദിയോടുകൂടി അനുസ്മരിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ജനാബ് പാലൊളി മുഹമ്മദ് കുട്ടി സാഹിബ് ഇവിടെ വേദിയിൽ സന്നിഹിതനായിട്ടുണ്ട്. അതുപോലെ തന്നെ ജനാബ് അബ്ദുസ്സമദ് സമദാനി വാഗ്ധോരണിയുടെ നിർജ്ജരിയായ അനുഗ്രഹീതനായ പ്രഭാഷകനും ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അതിനെല്ലാം ഉപരിയായി കേരളത്തിന്റെ മത സാമൂഹ്യ മേഖലയിൽ ഒരു പ്രകാശഗോപുരം പോലെ ജ്വലിച്ചു നിൽക്കുന്ന ഷേഖുന AP അബൂബക്കർ മുസ്ലിയാർ അവരുടെ സാന്നിധ്യവും ഈ സമ്മേളനത്തിനും സംഗമത്തിനും ഉണ്ട്. വാക്കുകൾ അധികരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അധികപ്പറ്റാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഏറ്റവും വലിയ അറിവ് എന്താണ്? വാട്ട് ഈസ് ദി ഗ്രേറ്റ് നോളജ്? ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് അവനവനെ സംബന്ധിച്ചുള്ള ജ്ഞാനമാണ്. അവനവന്റെ ചുറ്റുപാടുകളെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചുമുള്ള ജ്ഞാനം. നമ്മളുടെ രാജ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ മതസ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിട്ടുള്ള രാജ്യമാണ്. നമ്മളുടെ നാട് ലോകത്ത് ഏറ്റവും അധികം ഒരു മുസ്ലിമിന് വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ അവസരം നൽകിയിട്ടുള്ള രാജ്യമാണ്. എൻ്റെ 2 അധ്യാപകന്മാർ ഖുർആനിലെ ചരിത്ര പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ദിക്കുകൾ സന്ദർശിച്ചു. മടങ്ങിയെത്തിയ അവർ ഒരു യാത്രാ വിവരണം നടത്തുന്ന വേളയിൽ ഒരു വിദ്യാർത്ഥിയുടെ അന്വേഷണ കൗതുകത്തോടെ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ സന്ദർശിച്ച രാജ്യങ്ങളിൽ, നിങ്ങൾ കണ്ടുമുട്ടിയ സമൂഹങ്ങളിൽ ഒരു മുസ്ലിമിന് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ്, രാജ്യം ഏതാണ്? ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവർ പറഞ്ഞു, ഇന്ത്യയോളം അതിന് സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യം ലോകത്ത് ഞങ്ങൾക്കെവിടെയും കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ നമുക്ക് ഒരു തരത്തിലുള്ള ഒരു വിധത്തിലുള്ള നിബന്ധനകളും നിലനിൽക്കുന്നില്ല. ഇസ്ലാം അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം, വിശ്വസിക്കാം. പക്ഷേ സമീപകാലത്ത് വല്ലാത്ത പ്രയാസവും ബുദ്ധിമുട്ടുകളും മുസ്ലിം സമൂഹത്തിനും ലോകത്തും നമ്മളുടെ രാജ്യത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷെ അതൊക്കെ തൽക്കാലത്തേക്ക് മാത്രമാണ്. ഒരു കുടുംബത്തിൽ എല്ലാ കാലത്തും സമാധാനം എപ്പോഴും നിലനിൽക്കണം എന്നില്ല. ചില ഘട്ടങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. രക്ഷിതാക്കളും മക്കളും തമ്മിൽ, ഉമ്മയും മകനും തമ്മിൽ, പിതാവും മക്കളും തമ്മിൽ അത്തരത്തിലുള്ള ചില അസ്വാരസ്യങ്ങളുടെ സ്വരച്ചേർച്ചയില്ലായ്മയുടെ നിമിഷങ്ങളായി മാത്രം നമ്മൾ അതിനെ കണ്ടാൽ മതി. നമ്മളുടെ രാജ്യം മഹത്തരമാണ്. ഗംഭീരമായ മത പാരമ്പര്യങ്ങളും സാംസ്കാരിക പൈതൃകവും നമ്മളുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്നു. പാണ്ഡിത്യത്തെ, മുസ്ലിം സമൂഹത്തെ ഇത്രമാത്രം ആദരിച്ചിട്ടുള്ള ഒരു മണ്ണ് വേറെ ഇല്ല.
ഞാൻ ഓർക്കുന്നു. 1952 യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതിന്റെ ചരിത്രം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ വാസ് ഇനാഗുറേറ്റഡ് ബൈ മൗലാന അബുൽ കലാം ആസാദ് in the presence of the honorable Prime Minister of India. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സാന്നിധ്യത്തിൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ ഉദ്ഘാടന കർമ്മം മൗലാന അബുൽ കലാം ആസാദ് നിർവഹിച്ചു. പ്രധാനമന്ത്രി സന്നിഹിതനായ സദസ്സിൽ ഒരു വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല പുതിയ തലമുറക്ക്. പ്രോട്ടോകോളിന്റെ കാലമാണിത്. പണ്ഡിറ്റ് നെഹ്റു എന്ന് പറയുന്ന മഹാപണ്ഡിതൻ മൗലാന അബുൽ കലാം ആസാദ് എന്ന് പറയുന്ന അതിമഹാനായ പണ്ഡിതനെ എങ്ങനെയാണ് ആദരിച്ചത് എന്നുള്ളതിന് ഇതിലും വലിയ തെളിവുകൾ തേടി പോകണോ നമ്മൾ? വിശുദ്ധ ഖുർആന് വാള്യങ്ങളുടെ വ്യാഖ്യാനം രചിച്ച മഹാനായ പണ്ഡിതവര്യനായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. ആ ആസാദ് അംഗീകരിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം കൊണ്ടായിരുന്നു. വിജ്ഞാനമുള്ളവർക്ക്, വിദ്യാഭ്യാസമുള്ളവർക്ക്, അറിവുള്ളവർക്ക് എവിടെയും തലകുനിക്കേണ്ടി വരില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരും വിദ്യാർത്ഥികളുമായിട്ടുള്ള സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, നമുക്ക് തോൽക്കാം. പണത്തിന്റെ മുമ്പിലും ആഭിജാത്യത്തിന്റെ മുമ്പിലും അല്ല, തറവാടിത്തത്തിന്റെ മുമ്പിലും ഭീഷണിക്ക് മുമ്പിലും അല്ല. അറിവിന്റെ മുമ്പിൽ നമുക്ക് തോൽക്കാം. ജ്ഞാനത്തിന്റെ മുന്നിൽ നമുക്ക് പരാജയപ്പെടാം. ആ പരാജയം ഒരിക്കലും പരാജയമാകില്ല. ഒരുപാട് നേടിയെടുക്കാനുള്ള വിജയത്തിന്റെ നാന്ദിയായിരിക്കും അത്. അറിവിന് മുന്നിലല്ലാതെ നാം തലകുനിക്കരുത്. വിജ്ഞാനത്തിന്റെ മുന്നിലല്ലാതെ നാം കീഴടങ്ങരുത്. അത്തരമൊരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ആ മനസ്സാർജിച്ചെടുക്കുവാൻ തീർച്ചയായും ഈ ക്യാമ്പസിലെ പണ്ഡിത കേസരികളുടെ സാന്നിധ്യം ഉപകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകരിച്ചിട്ടുണ്ട് എന്ന് അനുഭവങ്ങളിലൂടെ എനിക്ക് ബോധ്യമായിട്ടുണ്ട്. വിജ്ഞാനവും അറിവും അതിനെ തോൽപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. അതാർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിന് കഴിയണം. നമുക്ക് പുതിയ പുതിയ പ്രഭാതങ്ങൾ നാം അന്വേഷിക്കുകയാണ്. പുതിയ പുതിയ നാളുകൾക്ക് വേണ്ടി നാം പ്രയത്നിക്കുകയാണ്. മർക്കസിനെയും മർക്കസിന് നേതൃത്വം കൊടുക്കുന്നവരെയും ഇവിടെ പഠിച്ചുപോയവരെയും പഠിച്ചവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്നവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡീലിറ്റ് ബിരുദം ഏറ്റുവാങ്ങിക്കൊണ്ട്, ഡോക്ടറേറ്റ് ബിരുദം ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളത്തിന്റെ മഹാനായ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ തന്റെ പ്രസംഗത്തിന്റെ അവസാനത്തിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്. ആ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് മർക്കസിനെയും മർക്കസിന്റെ നേതൃത്വം നൽകുന്നവരെയും മർക്കസിൽ പഠിക്കുന്നവരെയും പഠിച്ചുകൊണ്ടിരിക്കുന്നവരെയും ഞാൻ അഭിനന്ദിക്കുന്നത്. അന്ന് ഡീലിറ്റ് ബിരുദം ഏറ്റുവാങ്ങിക്കൊണ്ട് MT വാസുദേവൻ നായർ പറഞ്ഞു, ഞാൻ ഈ ബിരുദം സ്വീകരിക്കുന്നു. ഞാൻ നേടിയതിന്റെ പേരിലല്ല, ഇനിയും നേടാനിരിക്കുന്നവയെ അത്യുത്സാഹപൂർവം തേടുന്ന അന്വേഷണ കുതുകി എന്നുള്ള നിലയിൽ ആ വാക്കുകൾ കടമെടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, മർക്കസിനെയും മർക്കസിന് നേതൃത്വം കൊടുക്കുന്നവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. കഴിഞ്ഞ 33 വർഷത്തിനിടയിൽ നേടിയ നേട്ടത്തിന്റെ പേരിലല്ല, ഇനിയും വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളിൽ, വർഷങ്ങളിൽ ഈ സ്ഥാപനം നേടാനിരിക്കുന്ന, ഈ സ്ഥാപനം കരസ്ഥമാകാനിരിക്കുന്ന അത്യുജ്വലമായ വിജയത്തിന്റെയും നേട്ടത്തിന്റെയും പേരിൽ അതിന് കളമൊരുക്കി എന്നുള്ളതിന്റെ പേരിൽ ഇതിന്റെ സംഘാടകന്മാരെ വിശിഷ്യ ഈ സ്ഥാപനത്തിന്റെ നെടുംതൂണായ ഒരു സ്ഥാപനത്തെയും ഒരു സംഘടനയെയും തന്റെ അസാമാന്യവും അനിർവചനീയവും അനന്യസാധാരണവുമായ നേത്രപാടവത്തിന്റെ മാസ്മരികതയിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരിക എന്ന് ഒരു ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തുകയും സാക്ഷ്യപ്പെടുത്തി മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത ഷേഖുന AP അബൂബക്കർ മുസ്ലിയാർ അവറുകളുടെ അസാമാന്യമായ നേതൃപാഠവത്തിന്റെ പിൻബലത്തിൽ മുന്നോട്ട് പോകുന്ന ഈ സ്ഥാപനത്തിന്, ഈ സംഘടനക്ക് തിരിഞ്ഞു നോക്കേണ്ടത് പിന്നിട്ട വഴികൾ, വിജയിക്കുവാൻ എന്തൊക്കെ തങ്ങൾക്ക് നൽകി, വീഴ്ചകൾ എന്തായിരുന്നു എന്ന് നോക്കാൻ വേണ്ടി മാത്രം മുന്നോട്ട് തന്നെയായിരിക്കും ഇതിന്റെ കുതിപ്പ്. ഒരുപാട് നേട്ടങ്ങൾ കൊയ്ത് മുന്നോട്ട് പോകാൻ ഈ സ്ഥാപനത്തിനും ഈ സ്ഥാപനത്തിന്റെ അമരക്കാരനും കഴിയട്ടെ. അതിന് പ്രചോദകമായി, അവർക്ക് ആവേശമായി 30 ലക്ഷത്തോളം വരുന്ന നമ്മളുടെ പ്രവാസി സുഹൃത്തുക്കളുടെ നിർലോഭമായ പിന്തുണയും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട്
ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിദ്യാഭ്യാസത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥാപനവും പ്രസ്ഥാനവുമാണിത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ പൊതു അവസ്ഥയെ സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് നിയോഗിച്ച രവീന്ദ്രൻ സച്ചാർ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യം ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ പിന്നോക്കാവസ്ഥയുടെ പ്രധാനപ്പെട്ട ഘടകം വിദ്യാഭ്യാസപരമായിട്ട് അവർ പിന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു. ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതൊരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വിദ്യാഭ്യാസമാണ് എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. നിർഭാഗ്യവശാൽ വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പ് ആ കാര്യത്തെ സംബന്ധിച്ച് വേണ്ടത്ര കാര്യങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയാത്തതിൻ്റെ ഫലമായി മറ്റു പല സമുദായങ്ങളും മുന്നോട്ട് പോകുമ്പോൾ പിറകിൽ നിൽക്കേണ്ടുന്ന ഒരവസ്ഥ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് വന്നു. വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ ഗൗരവവും പിഴവും മനസ്സിലാക്കി അത് തിരുത്തുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പരിശ്രമമാണ് പിന്നീട് നടന്നത്. അത് വലിയൊരു കുതിപ്പോടുകൂടി ഇന്ന് മുന്നോട്ട് പോവുകയാണ് കേരളത്തിൽ. അതിലേറ്റവും മാതൃകാപരമായി മറ്റുള്ള മേഖലക്കാകെ തന്നെ മാതൃക കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു പ്രസ്ഥാനമായിട്ടാണ് മർക്കസിനെ എല്ലാവരും കാണുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ മതവിദ്യാഭ്യാസം അതിൻ്റെ പ്രാധാന്യം ഒരിക്കലും കുറച്ച് കണ്ടുകൊണ്ടല്ല, എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ആവശ്യം വേണ്ടുന്ന മറ്റ് മേഖലകളെ സംബന്ധിച്ചും എല്ലാ അറിവും കരസ്ഥമാകത്തക്കവണ്ണം ശാസ്ത്ര സാങ്കേതിക രംഗത്തും മറ്റ് പ്രധാനപ്പെട്ട എല്ലാ മേഖലകളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഇന്ന് ഇവിടെ നൽകുന്നത്. അത് പൊതുവിൽ സമൂഹത്തിനാകെ വലിയ മാറ്റമുണ്ടാക്കും. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നോക്കാവസ്ഥക്ക് പരിഹാരമാകും എന്നുള്ളത് മാത്രമല്ല, മറ്റ് സമുദായങ്ങളെപ്പോലെ തല ഉയർത്തിപ്പിടിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ വിലസാനുള്ള അവസരം അതുണ്ടാക്കുകയാണ്. വളരെ ദീർഘവീക്ഷണത്തോടുകൂടി വരും കാലങ്ങളെ കണ്ട് അതിൽ വരാവുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അതിലേക്ക് നടന്നു കയറാൻ പ്രാപ്തി നേടുന്ന തരത്തിൽ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിന് വേണ്ടി പാഠ്യ പദ്ധതികൾ തയ്യാറാക്കി അതിനാവശ്യമായിട്ടുള്ള സംരക്ഷണവും സൗകര്യവും ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സ്ഥാപനത്തിൻ്റെ പ്രവൃത്തി, അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാർ അവർകൾ തീർച്ചയായിട്ടും കേരളീയ സമൂഹത്തിനൊരു മാതൃകയാണ് എന്ന് ഇവിടെ പ്രസ്താവിച്ചുകൊണ്ട് അഭിമാനകരമായിട്ടുള്ള ജൈത്രയാത്രയിലെ ഈ നാഴികക്കല്ല് നാട്ടപ്പെടുന്ന ഈ സന്ദർഭത്തിൽ ഈ മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവാസി സംഗമത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. തീർച്ചയായും മർക്കസ് വിദ്യാഭ്യാസം, നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിൽ, പ്രത്യേകിച്ചും ആത്മീയവും ഭൗതികവുമായ വിദ്യാഭ്യാസത്തെ സമന്വയിപ്പിച്ച് എന്നാണ് സാധാരണ പറയാറുള്ളത്. പക്ഷെ സമന്വയിപ്പിക്കുക എന്നുള്ളത് ഒരർത്ഥത്തിൽ രണ്ട് മേഖലയിൽ നിലകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ആ രണ്ടിനെയും ഉൾക്കൊണ്ടുകൊണ്ട് മർക്കസ് തെളിയിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ സ്ഥാപനത്തിനും അതിനെ കെട്ടിപ്പടുത്തവർക്കുമെല്ലാം അഭിമാനകരമാണ് 33 എന്ന് പറയുന്ന ഈ വർഷം. 33 എന്ന സംഖ്യക്കും ഞാൻ പറയാതെ വളരെ പ്രത്യേകമായ പ്രാധാന്യമുള്ളത് ഈ മഹത്തായ സദസ്സിലുള്ള എൻ്റെ സഹോദരങ്ങൾക്കറിയാം.
33-ലാണ് പല പ്രധാനപ്പെട്ട സംഗതികളും, പ്രത്യേകിച്ച് തസ്ബീഹുകളോ മറ്റു സംഗതികളോ എല്ലാം ചൊല്ലാനും എല്ലാം നാം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് 33-ാമത്തെ വർഷത്തെ സമ്മേളനം എന്ന് പറയുമ്പോൾ ആ സംഖ്യ കൊണ്ട് തന്നെ അത് വളരെ പ്രത്യേകത ആർജിച്ചിരിക്കുന്നു, പ്രാധാന്യം ആർജിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിലും സന്തോഷമുണ്ട്. മർക്കസ് നടത്തിയിട്ടുള്ള സംഭാവന എന്ന് പറയുന്നത് ആത്മീയത വളരെ ശോഷിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ആ ആത്മീയമായിട്ടുള്ള വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യം ഊന്നിക്കാട്ടി എന്നുള്ളതാണ്. അതിൻ്റെ വളരെ പ്രാധാന്യം ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചിരിക്കുന്നു. മനുഷ്യർക്കിടയിൽ പല രീതിയിലുള്ള ധാർമ്മികമായ ക്ഷീണങ്ങളും ബലജയങ്ങളും ആഗോളതലത്തിൽ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വെറും ഭൗതികമായ ഒരു കാഴ്ചപ്പാട് കൊണ്ട് മാനവ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് അനുദിനം കൂടുതൽ വ്യക്തമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു സംഗതി, വിദ്യാഭ്യാസ രംഗത്തും മനുഷ്യന് ഒരു ഉൾക്കാഴ്ച ആവശ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. ശാസ്ത്ര വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലായാലും മറ്റേത് ഭൗതിക ശാസ്ത്രങ്ങളുടെ, ഭൗതിക വിജ്ഞാനീയങ്ങളുടെ മേഖലകളാൽ ആയിരുന്നാലും അവിടെയൊക്കെ മനുഷ്യനെ വഴി കാണിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പിൻബലം ആവശ്യമാണ്. അവന് ദിശാബോധം നൽകാൻ, അവന് വെളിച്ചം കാട്ടാൻ ആത്മീയമായ ഒരു മാർഗദർശനം ആവശ്യമാണ്. ആ ആത്മീയമായ മാർഗദർശനം ഇവിടെ നൽകുക വഴി ഏറ്റവും വലിയ ഒരു സേവനമാണ് മർക്കസു സഖാഫത്തി സുന്നിയ നിർവഹിച്ചിട്ടുള്ളത്. 33 വർഷത്തെ അതിൻ്റെ ചരിത്രത്തിൽ ധാരാളം സ്ഥാപനങ്ങൾ ഈ ക്യാമ്പസിൽ ഉയർന്നു വന്നിരിക്കുന്നു. എത്രയോ സ്ഥാപനങ്ങൾ, വിവിധങ്ങളായ വിജ്ഞാന ശാഖകളുമായിട്ട് ബന്ധപ്പെട്ട വളരെ വലിയ സ്ഥാപനങ്ങൾ. ഇത് നാടിൻ്റെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും പ്രധാനമാണ്, ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും വളരെ പ്രധാനമാണ്. ഇന്ത്യയിലെ പ്രബലമായ ന്യൂനപക്ഷ സമൂഹമാണ് മുസ്ലിങ്ങൾ. അവർ ഈ രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളവരാണ്. ആ പങ്ക് തുടർന്നും നടത്തേണ്ടവരുമാണ്. മറ്റു സമുദായങ്ങളോട് കൈകോർത്ത് പിടിച്ചുകൊണ്ട്, മറ്റു സമുദായങ്ങളോട് തോളോട് തോൾ ചേർന്നുകൊണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ അഭിമാനകരമായ അസ്തിത്വവും ആ രാജ്യത്തിൻ്റെ ഐക്യവും അതിൻ്റെ അഭ്യുന്നതിയും കാത്തുസൂക്ഷിച്ചുകൊണ്ട്, ഇത് രണ്ടല്ല, സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും രാഷ്ട്രധർമ്മവും രണ്ടല്ല, രണ്ടും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ന് തെളിയിക്കാൻ ഉതകുന്ന രീതിയിലുള്ള യുവാക്കളെ വാർത്തെടുക്കേണ്ടതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആവശ്യം. അതിവിടെ നിർവഹിക്കപ്പെടുകയാണ്. കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള പൂർവ്വസൂരികളായിട്ടുള്ള ആത്മീയ വ്യക്തിത്വങ്ങൾ, അതാണ് ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന. അവർ മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിച്ചവരാണ്. അവർ മനുഷ്യത്വത്തിന് ഏറ്റവും വലിയ വില കൽപ്പിച്ചവരാണ്. അവർ ആത്മീയവും നൈതികവുമായ മൂല്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ജീവിക്കുകയും ചെയ്തവരാണ്. ഇന്ത്യ രാജ്യം 1000 വർഷങ്ങളോളം മുസ്ലിങ്ങളുടെ സാന്നിധ്യമുണ്ടായി. അതിൽ കൃത്യമായി പറഞ്ഞാൽ 800 വർഷത്തോളം അവർ ഈ രാജ്യം ഭരിച്ചു. ഈ 800 വർഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു വർഗീയ ലഹളയും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കാലഘട്ടമാണ് ഈ 800 വർഷം എന്നുള്ളതാണ്. അത് ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായിരിക്കുന്നു. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വർഗീയ ലഹളയും ആ 800 കൊല്ലക്കാലം ഈ രാജ്യത്തുണ്ടായിട്ടില്ല. വിവിധങ്ങളായിട്ടുള്ള മുസ്ലിം രാജവംശങ്ങളാണ് ഇവിടെ ഭരിച്ചത്. പിന്നെ എന്താണ് ഈ 800 കൊല്ലത്തിൻ്റെ നേട്ടം? മർക്കസിൻ്റെ മുറ്റത്ത് ഇന്ന് നാം എത്രയോ വർഷങ്ങൾക്ക് ശേഷം സമ്മേളിച്ച്, എത്രയോ മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനം തന്നെ 33 കൊല്ലം, എത്രയോ തലമുറകൾ ഇവിടെ നിന്ന് സനത് വാങ്ങി പിരിഞ്ഞുപോയി. ഇനിയും എത്രയോ തലമുറകൾ ഇൻഷാ അല്ലാഹ് ഈ മണിമുറ്റത്ത് നിന്ന് ബിരുദങ്ങൾ സ്വീകരിച്ച് പുറത്തു പോകാനിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു മഹാസ്ഥാപനത്തിൻ്റെ മുറ്റത്ത് വെച്ച് ഇന്ത്യയുടെ ഈ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ അത്ഭുതം തോന്നിയേക്കും. ഈ 800 കൊല്ലം നടന്നത് മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളാണ്. ഈ 1000 കൊല്ലത്തെ മാനവികമായിട്ടുള്ള മൂല്യങ്ങളുടെ പരിപോഷണമാണ്. ദേശീയോത്ഗ്രഥന, ഇന്ന് പിന്നീട് ആധുനിക ഭാഷയിൽ ദേശീയോത്ഗ്രഥനം എന്ന് പറയപ്പെടുന്ന രാജ്യത്തിൻ്റെ ഐക്യത്തെ പരിപോഷിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ 1000 കൊല്ലത്തെ സംഭാവനകൾ എന്ന് പറയുന്നത് എല്ലാ രംഗത്തും പടർന്നു നിൽക്കുകയാണ്. ഭാഷാരംഗത്ത്, സാഹിത്യരംഗത്ത്, അറിവിൻ്റെ മേഖലയിൽ, ഉടുപ്പ്, ആഹാരം, ഒരു രംഗവും അതിൽ നിന്ന് വേർതിരിക്കാൻ സാധിക്കാത്ത വിധം എല്ലാ രംഗത്തും ആ സംഭാവനകൾ വ്യാപകമായിട്ട് കാണാൻ സാധിക്കും. ഭക്ഷണ സാധനത്തിലേക്ക് കടന്നാൽ ബിരിയാണി, വേഷവിധാനങ്ങളിലേക്ക് കടന്നാൽ പൈജാമ ഷെർവാനി, ഭാഷയിലേക്ക് കടന്നാൽ ഉറുദുവിൻ്റെ ജന്മം,
എല്ലാ രംഗത്തും അതിൻ്റെ സ്വാധീനം കാണുവാൻ സാധിക്കുന്നു. അത് ഈ രാജ്യത്തെ ശക്തിപ്പെടുത്തി. ഇന്ത്യ ബഹുസ്വരതയ്ക്ക് പേരുകേട്ട രാജ്യമാണ്. ആ ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള വിദ്യാഭ്യാസമാണ് മർക്കസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ബഹുസ്വരതയുടെ പരിപോഷണത്തിനുള്ള വിദ്യാഭ്യാസം നൽകുമ്പോഴാണ് ആത്മീയ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒരുപോലെ ആവശ്യമാണ് എന്ന ഒരു നിലവാരത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നത്. അത് വളരെ സൗമ്യരായിട്ടുള്ള മനുഷ്യരെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസമാണ്. മഹ്മൂദ് ഗസനവി ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് അദ്ദേഹം യുദ്ധത്തിൽ ജയിച്ച് അദ്ദേഹം കൊണ്ടുവന്ന ഗനീമത്തിന്റെ മുതല് അന്നത്തെ ഖാദിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. ഇന്ത്യയിലുണ്ടായിരുന്ന ഖാദിയുടെ മുമ്പിൽ ഗസനവി വംശം ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് അദ്ദേഹം ഉടൻ തന്നെ പറഞ്ഞു, പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ച് നിങ്ങൾ കൊണ്ടുവന്ന ഈ മുതല് എനിക്ക് ഹലാലാകുമോ എന്ന് എനിക്ക് തീർത്തു പറയാൻ കഴിയാത്തത് കൊണ്ട് ഞാനിതിനെ തിരസ്കരിക്കുകയാണ് എന്ന് രാജ്യം ഭരിക്കുന്ന മുസ്ലിം രാജാവിനോട് ഇന്ത്യയിൽ അന്നത്തെ ഒരു മുസ്ലിം പണ്ഡിതൻ, ഒരാത്മീയ തേജസ്വി വ്യക്തമായി അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയുകയുണ്ടായി. ഇതാണ് ഇന്ത്യയിലെ പണ്ഡിതന്മാരുടെ പാരമ്പര്യം. ആ പാരമ്പര്യം എന്ന് പറയുന്നത് എന്നും മനുഷ്യത്വത്തോടൊപ്പം നീങ്ങിയിട്ടുള്ള പാരമ്പര്യമാണ്. വർഗീയതക്കോ ഭീകരമായ പ്രവർത്തനങ്ങൾക്കോ ഒന്നുമല്ല അതിൽ സ്വാധീനമുള്ളത്. സ്നേഹമാണ്, വിശാലമായ സ്നേഹമാണ്. യഖീൻ മഹ്കം, അടിയുറച്ച വിശ്വാസം. അമൽ പൈഹം, നിരന്തരമായ കഠിനാധ്വാനം. മൊഹബ്ബത്ത് ഫാത്തിഹെ ആലം, ലോകത്തെ മുഴുവൻ ജയിച്ചടക്കുന്ന സ്നേഹം. ജിഹാദ് സിന്ദഗാനി മേ യഹേ മർദോം കി ശംഷീറേ, ജീവിതത്തിന്റെ സമരാങ്കണത്തിൽ ഇതാണ് ആണുങ്ങളുടെ ആയുധങ്ങൾ. ആണുങ്ങളുടെ ആയുധം അടിയുറച്ച വിശ്വാസമാണ്, യഖീൻ. ഇന്ന് ഇതാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ യഖീൻ ചെറുപ്പക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കണം. വെറും ഈമാനല്ല, അല്ലദീനഹും യൂഖിനൂൻ, അടിയുറച്ച് വിശ്വസിക്കുന്ന നല്ല ഉറച്ച വിശ്വാസം. അത് യുവാക്കളുടെ മനസ്സിൽ വാർത്തെടുക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. ആത്മീയമായ മൂല്യങ്ങളും നൈതിക മൂല്യങ്ങളുമില്ലാതെ മനുഷ്യന് ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട കാലമാണ്. ഉത്തരേന്ത്യയിൽ ഒരു മുസ്ലിം തേജസ്വി ജീവിച്ചിരുന്നു. ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. സമയപരിമിതിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഉത്തരേന്ത്യയിൽ ഒരു പണ്ഡിത തേജസ്വി ജീവിച്ചിരുന്നു. അദ്ദേഹം അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ഉടൻ തന്നെ ചോദിക്കും, ഇക്ബാൽ. അദ്ദേഹത്തിന്റെ സേവകന്റെ പേര് ഇക്ബാൽ എന്നായിരുന്നു. ഇക്ബാൽ, എന്താണ് ആ ശബ്ദം കേൾക്കുന്നത്? ഒരു ദിവസം ആ ശബ്ദം കേട്ടപ്പോൾ, പാത്രം ശബ്ദിക്കുന്നത് കേട്ടപ്പോൾ അദ്ദേഹം വിളിച്ചു, ഇക്ബാൽ, എന്താണ് അടുക്കളയിൽ നിന്ന് ആ ശബ്ദം? നിങ്ങൾക്ക് അത്താഴത്തിന് വേണ്ടി കരുതി വെച്ച കുറച്ച് ഭക്ഷണ സാധനങ്ങളാണ് എന്ന് സേവകൻ മറുപടി പറയുന്നു. ഇക്ബാൽ, അതെടുത്ത് പുറപ്പെടൂ എന്ന് അദ്ദേഹം പറയുന്നു. ഡൽഹിയിലെ തെരുവുകളിൽ ഉറങ്ങിക്കിടക്കുന്ന പാവങ്ങളായ ആളുകൾ, തണുപ്പിൽ പുതപ്പും മൂടി കിടക്കുന്ന പാവങ്ങളായ ആളുകൾ, അവരേത് മതസ്ഥരാണെന്ന് ഊഹിക്കാവുന്നതാണ്. ഇന്ദ്രപ്രസ്ഥത്തിന്റെ നഗരിയിൽ അവരിൽ അധികം പേരും മുസ്ലിങ്ങളായിരിക്കാൻ സാധ്യതയില്ല. മുസ്ലിങ്ങളും ഉണ്ടാകാം, പക്ഷേ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ മറ്റു മതസ്ഥരോ ആയിട്ടുള്ള ധാരാളം ആളുകൾ, അവരുടെ വായിൽ കൊണ്ടുപോയി അദ്ദേഹം റൊട്ടിയുടെ കഷ്ണം വെച്ചു കൊടുക്കുന്നു. അദ്ദേഹമാണ് നിസാമുദ്ദീൻ ഔലിയ. ആ നിസാമുദ്ദീൻ ഔലിയയെ ഈ രാജ്യം ബഹുമാനിച്ചിരിക്കുന്നു. ഉത്തരേന്ത്യയിൽ ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നിസാമുദ്ദീൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അവിടുത്തെ റെയിൽവേ സ്റ്റേഷന് പോലും ഹസരത്ത് നിസാമുദ്ദീൻ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. കോഴിക്കോട്ട് നിന്ന് ഡൽഹിക്ക് പോകാൻ ഒരു മലയാളി ടിക്കറ്റ് എടുക്കുമ്പോൾ ഹസരത്ത് നിസാമുദ്ദീന്റെ പേരിൽ അറിയപ്പെടുന്ന വണ്ടിയിൽ കയറി യാത്ര ചെയ്യാൻ സാധിക്കുന്നു. ഡൽഹിയിൽ മർക്കസുമായി ബന്ധപ്പെട്ട് നിസാമുദ്ദീൻ ഔലിയയുടെ പേരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം, അവിടുത്തെ സഹോദരങ്ങളുമായി പലപ്പോഴും ബന്ധപ്പെടാൻ എൻ്റെ പാർലമെന്റ് ജീവിതകാലത്ത് എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. പല സമയത്തും അവരിങ്ങോട്ട് വരികയും അവരെ കാണുകയും ബന്ധപ്പെടാനും സാധിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചു കൊണ്ടുവരുന്നത്, ഈ ആത്മീയമായിട്ടുള്ള ബോധനം അത് വളരെ ആവശ്യമായ ഒരു കാലത്ത് ഈ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നു. വർഗീയവാദികളെയോ തീവ്രവാദികളെയോ ഭീകരവാദികളെയോ ഉൽപ്പാദിപ്പിക്കുന്നത് മതസ്ഥാപനങ്ങളല്ല, മതമില്ലാത്ത സ്ഥാപനങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ സമയമായിരിക്കുന്നു. മതസ്ഥാപനങ്ങളല്ല, മതം കാരുണ്യമാണ്, മതം സ്നേഹമാണ്, മതം ഭൂതദയയാണ്,
പാതിരാവിൽ തന്റെ പരിപരിത്ത ഈത്തപ്പനയോലയിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് വിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ നടത്താറുണ്ടായിരുന്ന ഒരു വാക്കുണ്ട്. അതിനെ ഒരു പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതൊരു ദുആയുടെ രൂപത്തിലല്ലെങ്കിലും ഇന്നമാ അന ഷഹീദുൻ അന്നന്നാസ കുല്ലുഹും ഇഖ്വ. എല്ലാ മനുഷ്യരും സഹോദരന്മാരാണെന്നതിന് ഈ പാതിരാത്രി ഞാൻ സാക്ഷിയാവുകയാണ്. അത് പറഞ്ഞ് വീണ്ടും ഉറങ്ങാൻ പോകുന്ന പുണ്യ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മാർഗമാണ് ഈ ദീൻ. എല്ലാ മനുഷ്യർക്കും വേണ്ടി ഉരുകുന്ന ഒരു ഹൃദയമാണ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. ആ പരിശുദ്ധ റസൂലിന്റെ സുന്നത്തിലുള്ള ഇൽമ്, അറിവ്, വിദ്യ അതൊരിക്കലും മനുഷ്യന് അല്ലാതെ വരില്ല. ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരിക്കൽ വലിയ ചൂട് പിടിച്ച ചർച്ച നടന്നു. മദ്രസകളിൽ ഭീകര പ്രവർത്തനം നടക്കുന്നു. ഉത്തരേന്ത്യയിൽ മദ്രസ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മദ്രസ എന്ന അർത്ഥമല്ല. ഉത്തരേന്ത്യയുമായി ബന്ധമുള്ള മർക്കസിന്റെ ധാരാളം സുഹൃത്തുക്കൾ, അവിടെ ഉന്നത അറബ് ദീനി കലാലയങ്ങൾക്കും മദ്രസ എന്നാണ് പറയാം. ഇവിടെ നമ്മുടെ നാട്ടിൽ മദ്രസ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ഏറിയ 7ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെയുള്ള മദ്രസക്കാണ് പറയാം. അവിടെ വലിയ വലിയ കോളേജുകളൊക്കെ മദ്രസകളാണ്. അതുകൊണ്ട് മദ്രസകളിൽ ഭീകരവാദം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഏത് സ്ഥാപനങ്ങളെയാണ്, ആർക്കെതിരെയാണ് ആ പ്രചാരണം എന്ന് മനസ്സിലാക്കാം. ഞങ്ങളന്ന് മുസ്ലിം MP-മാർ പാർലമെന്റിൽ ഒരു ആവശ്യം ഉന്നയിച്ചു. ഈ മദ്രസകൾ ഏതെന്ന് കണ്ടെത്തണം. ഇതിന്റെ പേരിൽ ഇന്ത്യയിലെ മുഴുവൻ മതസ്ഥാപനങ്ങളെയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തരുത്. അങ്ങനെ കണ്ടെത്തിയാൽ, ഇന്ത്യ ഗവൺമെന്റ് അതിനെ ഐഡന്റിഫൈ ചെയ്താൽ, അത്തരം സ്ഥാപനങ്ങളുടെ ആ നിലപാടുകൾക്കെതിരെ ഗവൺമെന്റ് എടുക്കുന്ന ഏത് നടപടിയോടൊപ്പം നിൽക്കാൻ പാർലമെന്റിലെ ഇരു സഭകളിലുള്ള മുസ്ലിം MP-മാർ തയ്യാറാണ് എന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ LK അദ്വാനിയെ ഞങ്ങൾ അറിയിച്ചു. അങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു. ശ്രീ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലമാണ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇന്ത്യയുടെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചത്. ഇന്നും ഗവൺമെന്റ് രേഖയിലുണ്ട്. ആ റിപ്പോർട്ടുമായിട്ട് ആഭ്യന്തരമന്ത്രി അഭിവന്ദനായ ശ്രീ LK അദ്വാനി പാർലമെന്റിൽ വന്നു. അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു മദ്രസയെയും കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഇത് ശ്രീ LK അദ്വാനി ഇന്ത്യയുടെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ച പേപ്പറാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. പ്രചാരണങ്ങളാണ്, അനാവശ്യമായിട്ടുള്ള പ്രചാരണങ്ങളാണ്. അത്തരം പ്രചാരണങ്ങളുടെ മുനയൊടിക്കുന്ന രീതിയിലുള്ള സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ പ്രവർത്തനങ്ങൾ, അതാണ് ആവശ്യമായിട്ടുള്ളത്. പ്രിയങ്കരനായ KT ജലീൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തീർച്ചയായും നമ്മുടെ സാഹോദര്യവും സ്നേഹവും കൂടുതൽ വ്യാപിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. ആ സാഹോദര്യത്തിന്റെ ശ്രമങ്ങളിലൂടെ മാത്രമേ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാവുകയുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും ഈ വിദ്യാഭ്യാസം കൊണ്ടുള്ള ഏറ്റവും വലിയ സംഗതി അതായിരിക്കണം, നേട്ടം അതായിരിക്കണം. കേരളത്തിൽ ഇന്ന് വൃദ്ധസദനങ്ങൾ വർദ്ധിക്കുന്നു. എന്താണ് ഈ വൃദ്ധസദനം? വിദ്യാഭ്യാസമുള്ള ആളുകൾ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. ഇവിടെ പാർക്കണ്ട, മുടക്ക ചരക്കായ നിങ്ങൾ ഇവിടെ വേണ്ട. പ്രായമെത്തിയ ബാപ്പ, പ്രായമെത്തിയ അച്ഛൻ താങ്ങിയിരുത്തേണ്ട കാലം, മക്കൾ താങ്ങിയിരുത്തേണ്ട സമയം. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഈ പ്രതിസന്ധിയെക്കുറിച്ച്? ആരെങ്കിലും ഈ ക്രൈസിസിനെ കുറിച്ച് ഗൗരവത്തോടെ ആലോചിക്കുന്നുണ്ടോ? ഉന്നത നിലവാരത്തിൽ താങ്ങിയിരുത്തണം, മരുന്ന് തേച്ചു കൊടുക്കണം. ആരും അതിന് ശ്രമിക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിദ്യാഭ്യാസമല്ലാതെ എന്താണ് പരിഹാരം? അൽ ജന്നത്തു തഹ്ത അഖ്ദാമി ഉമ്മഹാത്തിക്കും. ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നു, മാതാക്കളുടെ കാൽ കീഴെയാണ് നിങ്ങളുടെ സ്വർഗം എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് പറഞ്ഞു, ലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അവരോട് ഉഫ് എന്ന് പോലും പറഞ്ഞു പോക. ഉഫ് എന്ന ഒറ്റ വാക്ക് ഗവേഷണം ചെയ്യപ്പെടേണ്ട വാക്കാണ്. മാതാപിതാക്കൾക്ക് പ്രായമെത്തിയാൽ അവരെ ആക്രമിച്ച് ആട്ടിപ്പുറത്താക്കണമെന്നില്ല, അവരെ ബുദ്ധിമുട്ടിക്കണം, മർദ്ദിക്കണം എന്നില്ല. ഒരു വാക്ക് പോലും വാർദ്ധക്യത്തിൽ നിന്റെ പിതാവിന്റെ, നിന്റെ മാതാവിന്റെ മനസ്സിൽ വലിയ
വലിയ സങ്കടമുണ്ടാക്കും, വലിയ കഥനമുണ്ടാക്കും, സഹിക്കാൻ കഴിയാത്ത ആഘാതമായിരിക്കും അത്. അതുപോലും ഉഫ്, സത്യം പറഞ്ഞ ഉഫ് നമുക്ക് മലയാളത്തിലേക്ക് പോലും പരിഭാഷപ്പെടുത്താൻ സാധിക്കാത്ത ഒരു പദമാണ്. വേദിയിലുള്ള ദീനീ വിജ്ഞാനീയങ്ങളിലും അറബ് ഭാഷയിലും ധാരാളം അവഗാഹമുള്ള പണ്ഡിതന്മാർ ഇനിയും അതേക്കുറിച്ച് ചിന്തിച്ച് അത്തരം കാര്യങ്ങളെ ഹല്ല് ചെയ്യുന്നതിന് കൂടുതൽ ആലോചനകൾ ആവശ്യമായിട്ടുള്ളതാണ്. ഛേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ലഭ്യമായതനുസരിച്ച്. പക്ഷേ അതുപോലും ഖുർആൻ വിലക്കി. എനിക്ക് നന്ദി കാണിക്കണമെന്ന് പറഞ്ഞ ശേഷം ഖുർആൻ പറഞ്ഞു അനിഷ്കുർലീ വലിവാലിദൈക. അള്ളാഹുവിനുള്ള നന്ദി കഴിഞ്ഞാൽ പിന്നെ നേരെ മാതാപിതാക്കൾ. അനിഷ്കുർലീ വലിവാലിദൈക. ഇത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ മാനവരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന തിരിച്ചറിവായിരിക്കണം 20-ാം നൂറ്റാണ്ടിന്റെ മുഖമുദ്ര. മാനവരാശി നിലനിൽക്കണമെങ്കിൽ ഇത്തരം വിദ്യാഭ്യാസം ആവശ്യമാണ്, ഈ തിരിച്ചറിവ് ആവശ്യമാണ്. പോയി ഇപ്പൊ എവിടെ എത്തി? പോയി ഇപ്പൊ എല്ലാറ്റിനെയും ആക്രമിച്ചു, പരിസ്ഥിതിക്ക് പരിക്കേൽപ്പിച്ചു, പ്രകൃതിക്ക് പരിക്കേൽപ്പിച്ചു, പുഴകൾ വറ്റി, ഒക്കെ നാശായി. എൻഡോസൾഫാനെ പറ്റി ഒരുപാട് പറയണ്. 4 കശുവണ്ടി വിറ്റ് കാശുണ്ടാക്കാനാണ്. ഒരുപാട് മനുഷ്യന്മാരെ കൊല്ല ചെയ്യുന്ന, കൊല്ലാണെങ്കിൽ ഒറ്റയടിക്ക് മരിക്കും. ഇത് ഒറ്റയടിക്ക് മരിക്കുന്നില്ല. അനങ്ങാൻ കഴിയാത്ത കുട്ടി, കണ്ണു തള്ളിയ കുട്ടി, വലിയ തലയായ കുട്ടി, ഇവരൊക്കെ പിറവിയെടുക്കുന്നു. അതൊക്കെ ഉൽപ്പാദിപ്പിച്ചത് അറിവാണ്. ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? അതിൻ്റെ പിന്നിലൊക്കെ അറിവുണ്ട്. വഴിതെറ്റിയ വിജ്ഞാനങ്ങളുണ്ട്. എന്നാൽ അതിന് പകരം പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ വീക്ഷണമുണ്ടാക്കിയെടുക്കാൻ തീർച്ചയായും ഖുർആൻ ആവശ്യപ്പെട്ടു. അതായിരിക്കട്ടെ, അതാണ് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത്, മുഖമുദ്ര എന്ന് പറയുന്നത്. അതിനായിരിക്കണം ഈ കാലഘട്ടത്തിൽ ശ്രമിക്കേണ്ടത് എന്ന് നാം വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരുടെയും കൂട്ടായ പരിശ്രമങ്ങളും അതിനു വേണ്ടിയായിരിക്കണം. പരിശുദ്ധ ഖുർആൻ പറന്നു പോകുന്ന പക്ഷികളെയും ഭൂമിയിലൂടെ നടക്കുന്ന മൃഗങ്ങളെയും ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള സമുദായങ്ങളാണ് കടന്നു പോകുന്നത്. ഉമമിൻ അംസാലിക്കും എന്ന് പറഞ്ഞു. നിങ്ങളെപ്പോലെയുള്ള സമുദായങ്ങൾ, പക്ഷികളെ സമുദായം എന്ന് വിളിച്ചു. പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേര് പശു എന്നാണെങ്കിൽ, മറ്റൊരു അധ്യായത്തിന്റെ പേര് എട്ടുകാലി എന്നാണെങ്കിൽ, വേറെ ഒരു അധ്യായത്തിന്റെ പേര് ഉറുമ്പ് എന്നാണെങ്കിൽ, മറ്റൊരു അധ്യായത്തിന്റെ പേര് തേനീച്ച എന്നാണെങ്കിൽ, പരിസ്ഥിതി, പ്രകൃതി, പ്രപഞ്ചം ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര പ്രപഞ്ച വീക്ഷണം, അറിവിന്റെ വീക്ഷണമാണ് അത് സമർപ്പിക്കുന്നത്. അതാണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. മർക്കസ് പോലുള്ള സ്ഥാപനങ്ങൾ സമന്വയിപ്പിച്ച മത ഭൗതിക വിജ്ഞാനങ്ങളുടെ പ്രസക്തി അവിടെ വർദ്ധിക്കുകയാണ്. ഈ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഈ പ്രവാസി സംഗമത്തിൽ നമ്മുടെ പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശിക്കുവാനും ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. പ്രവാസി എന്ന് പറയുമ്പോൾ അത് ബഹുസ്വരതയുടെ ഒരു പ്രതിഫലനമാണ്. പ്രവാസികൾ ബഹുസ്വരതയ്ക്ക് വലിയ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ളവരാണ്. ഇന്ത്യ എല്ലാം ഉൾക്കൊള്ളുന്ന രാജ്യമാണ്. ഇന്ത്യക്ക് വേണ്ടി പുറത്തുപോയി അധ്വാനിക്കുന്ന പ്രവാസികളായ നമ്മുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, അവരും ആ ബഹുസ്വരതയെ മുറുകെ പിടിക്കുന്നു. പല മതം, പല സംസ്കാരം, പല ഭാഷകൾ, അതെല്ലാം അവർ ഉയർത്തിക്കാട്ടുന്നു. പ്രവാസികളും എന്ന് പറയുമ്പോൾ പ്രധാനമായും ഗൾഫ് നാട്ടിലെ മലയാളികളെയാണ് നാം ഉദ്ദേശിക്കുന്നത്. അവരുമായുള്ള കേരളത്തിൻ്റെ ബന്ധം, ഇന്ത്യയുടെ ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. എത്രയോ ആളുകൾ കേരളത്തിൻ്റെ പടിഞ്ഞാറേ തീരത്ത് വന്നു. ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, അതിനൊക്കെ മുമ്പ് പോർച്ചുഗീസുകാർ, എല്ലാവരോടും കേരളീയർ ഏറ്റുമുട്ടി. ഏതെങ്കിലും ഒരു ജനവിഭാഗത്തോട് ഒരേറ്റുമുട്ടൽ പോയിട്ട് ഒരു കശപിശയോ കലഹമോ പോലും ഇല്ലാതെ ആരെങ്കിലും ഈ കേരളത്തിൻ്റെ തീരത്ത് വന്നണഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറബികൾ മാത്രമാണ്. ആ അറബി ഭാഷ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഈ നാടിൻ്റെ പഴയ ചരിത്രത്തിൻ്റെ സൗഹൃദത്തെയാണ് ഇവിടെ പുതുക്കുന്നത്. ആ ചരിത്രത്തെയാണ് ഈ കാലഘട്ടത്തിൽ പുനർനിർമ്മിക്കേണ്ടത്. അറബി പഠിപ്പിക്കുമ്പോൾ ചിലർക്ക് തോന്നുകയാണെന്തോ പുതിയ ഭാഷ പഠിപ്പിക്കണം. കോഴിക്കോട്ടെ സാമൂതിരിയുടെ കൊട്ടാരത്തിൽ അറബ് ഭാഷയുടെ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അറബിയിൽ വരുന്ന കത്തുകൾ പരിഭാഷപ്പെടുത്താൻ, അറബിയിൽ കത്തുകൾ എഴുതാൻ ഒക്കെ പോകട്ടെ. വാസ്കോഡഗാമ കോഴിക്കോട്ട് വന്ന് കപ്പലിറങ്ങി. അത് പുതിയൊരു ചരിത്രത്തിൻ്റെ തുടക്കമാണെന്ന് പറയാറുണ്ട്. യാഥാർത്ഥ്യം
അത് പുതിയൊരു ചൂഷണത്തിന്റെ തുടക്കമാണ് എന്നുള്ളതാണ്. എന്നാൽ ആ വാസ്കോഡ ഗാമ കൊണ്ടുവന്ന ഒരു കത്ത്, പോർച്ചുഗൽ രാജാവിൻ്റെ കത്ത്, അറബിയിൽ ആയിരുന്നു ആ കത്ത്. കോഴിക്കോട്ട് സാമൂതിരിക്കുള്ള കത്ത് എഴുതുന്നത് പോർച്ചുഗീസ് രാജാവാണ്, സ്വീകരിക്കുന്നത് കോഴിക്കോട്ടെ മലയാളിയായ സാമൂതിരിയാണ്. രണ്ടുപേരും അറബികളല്ല. എന്നിട്ടും ആ കത്ത് അറബ് ഭാഷയിലായിരുന്നു. അന്നത്തെ അന്താരാഷ്ട്ര വിനിമയത്തിന്റെ ഭാഷയായിരുന്നു അറബി. ആ ബന്ധമാണ് ഗൾഫ് നാടുകളുമായുള്ള ബന്ധം. സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ, അന്തർദേശീയമായ പരസ്പര ബഹുമാനത്തിന്റെ ബന്ധമാണ്. നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്തുണ്ടായ വികസനത്തിലും വിദ്യാഭ്യാസത്തിലും ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് പ്രവാസികളാണ്. കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലം കേരളത്തെ നിർമ്മിച്ചത് ആരാണെന്ന ചോദ്യത്തിന് കേരളത്തിന്റെ സമ്പദ്ഘടന പല പ്രതിസന്ധികളും ഏറ്റു ഒലഞ്ഞാടിയപ്പോൾ അതിനെ താങ്ങി നിർത്തിയത് ആരാണെന്ന ചോദ്യത്തിന് 2 ഉത്തരമില്ല, ഒരു ഉത്തരമേ ഉള്ളൂ: പ്രവാസികളായ മലയാളികൾ എന്നുള്ളതാണ് ആ ഉത്തരം. അവർ വിദ്യാഭ്യാസത്തെയും സഹായിച്ചു. മർക്കസിന്റെ സമ്മേളനത്തിൽ പ്രവാസികളുടെ ഒരു സംഗമം ഉണ്ടാകുന്നത് തീർത്തും ഉചിതമാണ്. മുമ്പും ഇത്തരം സ്ഥാപനങ്ങളുടെ സമ്മേളനങ്ങളോടനുബന്ധിച്ച് ഇത്തരം സെഷനുകൾ നടത്താറുണ്ട്. കാരണം ഈ വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിൽ പ്രവാസികൾ വളരെ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാസി എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ച പോലെ മേലേക്കടയിലുള്ള ചില ആളുകളെയല്ല നാം മുഖ്യമായി ഉദ്ദേശിക്കുന്നത്. വിമാനത്തിൽ കയറിയിട്ട് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ് എന്ന് പറയുമ്പോൾ അത് ബെൽറ്റ് മുറുക്കാനാണെന്ന് പോലും അറിയാത്ത, വിമാനത്തിൽ നിന്ന് യാത്ര കഴിഞ്ഞിറങ്ങിപ്പോകുമ്പോൾ ഒരു ഫോറം പൂരിപ്പിക്കാൻ കൊടുത്താൽ അത് പൂരിപ്പിക്കാനുള്ള ഇംഗ്ലീഷ് ഭാഷ പോലും വശമില്ലാത്ത പാവങ്ങളായ ആളുകൾ യാത്ര ചെയ്യുന്ന സെക്ടറാണ് പ്രവാസികൾ യാത്ര ചെയ്യുന്ന സെക്ടർ. പാർലമെന്റിൽ ഈ വിനീതൻ പലതവണ അവസരമുണ്ടായപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ലോകത്തെവിടെയും കാണാത്ത ഒരു പ്രതിഭാസം. ബെൽറ്റ് മുറുക്കാനുള്ള അനൗൺസ്മെന്റ് വരുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാത്ത പാവങ്ങൾ ഈ ഫോറം ഒന്ന് പൂരിപ്പിച്ചു തരുമോ എന്ന് കൂടെ യാത്ര ചെയ്യുന്ന സഹയാത്രികനോട് ചോദിക്കുന്ന പാവങ്ങൾ, അവരാണ് പ്രവാസികൾ. അവരെ പലരും ചൂഷണം ചെയ്തിട്ടുണ്ട്. ഇനി അതിന് പകരം, അവർക്ക് ചൂഷണത്തിന് പകരം അവരെ അംഗീകരിക്കുന്ന ഒരു മനസ്സുണ്ടാവണം. അവരേറ്റവും അധികം അർഹിക്കുന്നത് ആ മനസ്സാണ്. ആ മനസ്സവർക്ക് ഉണ്ടാക്കിയെടുക്കണം. പ്രവാസികൾക്ക് ഇപ്പോൾ വോട്ടവകാശം വരെ ലഭിക്കാൻ പോവുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണത്തിലൂടെ പ്രവാസികൾക്ക് വോട്ടവകാശം നൽകുകയാണ്. ഈ സമ്മേളനം തീർച്ചയായും ഗവൺമെന്റിന്റെ, കേന്ദ്ര സർക്കാരിന്റെ ആ നീക്കത്തെ സ്വാഗതം ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായും നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതാണ്. കാരണം പ്രവാസികൾ നമ്മുടെ സ്വന്തം രക്തമാണ്, അവർ സ്വന്തം സഹോദരന്മാരാണ്. സ്വയം പ്രവാസിയല്ലാത്തവർ ധാരാളം ഉണ്ടാകാം കേരളീയർക്കിടയിൽ. പക്ഷേ പ്രവാസിയുടെ ഉപകാരം പറ്റാത്ത ഒരു മലയാളിയെ തെരഞ്ഞാൽ കേരളത്തിൽ കാണാൻ ഇന്ന് വളരെ പ്രയാസമാണ്. ഒരു പേന, ഒരു സ്പ്രേയുടെ കുപ്പി, ഒരു തുണിക്കഷ്ണം, ഒരു മിഠായിയെങ്കിലും പ്രവാസിയുടെ കയ്യിൽ നിന്ന് ഉപകാരപ്പെടാത്ത ഒരാളെ കാണാൻ പ്രയാസമാണ്. കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായ ഒരുപാട് പുരോഗതിയുടെ ശില്പികൾ പ്രവാസികളാണ്. അവരെ ഗവൺമെന്റുകൾ കൂടുതൽ പരിഗണിക്കണം. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകണം. ഞാനിവിടെ അഭിമാനത്തോടെ ഓർക്കുന്നു, പ്രവാസികളെക്കുറിച്ച് പറയുമ്പോൾ മഹാനായ മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് വലിയ താല്പര്യമായിരുന്നു ഈ കേന്ദ്രം പാസാക്കാൻ പോകുന്ന വോട്ടവകാശം തീർച്ചയായും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെപ്പോലുള്ളവരുടെ വലിയ ഒരു സ്വപ്നമാണ് അതിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. പാർലമെന്റിലെ ഓരോ സമയത്തുമുള്ള നീക്കങ്ങളിൽ, പ്രവാസികളെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മഹാനായ തങ്ങൾ അടിക്കടി പ്രവാസികളോടൊരു പ്രത്യേക ബന്ധം തങ്ങൾ പുലർത്തിയിരുന്നു. തീർച്ചയായും ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഓർത്തു പോവുകയാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ആ വഴിയിലൂടെ അഭിവന്ദനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ തീർച്ചയായും പ്രവാസികളുടെ കാര്യങ്ങൾ അവർക്ക് ഊന്നൽ നൽകിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നതായിട്ട് ഇന്ന് കാണുവാൻ സാധിക്കുന്നു. നമ്മളെല്ലാവരും കൂട്ടായി പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കുകയും പ്രവാസികളിൽ ഉണ്ടായി വരുന്ന എല്ലാവിധ യോജിപ്പും നമ്മൾ ഉൾക്കൊള്ളുകയും പ്രവാസികളുടെ നന്മ, അവരുടെ പൊതുവായ താല്പര്യം, അതിനുവേണ്ടി ഒറ്റക്കെട്ടായി നീങ്ങുകയും ചെയ്യുക. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. എത്രയോ പ്രമുഖരായ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഇനിയും ഇവിടെ സംസാരിക്കാനിരിക്കുന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥാപനങ്ങൾ തീർച്ചയായും ഇന്നത്തെ ലോകത്തിന് ആവശ്യമായിട്ടുള്ള, വഴിതെറ്റി നടക്കുന്ന മനുഷ്യന് ആവശ്യമായിട്ടുള്ളത് നൽകാൻ വിത്ത് പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് ജനിതക വിത്ത്, ആ വിത്ത് ഉൽപ്പാദിച്ചത് ഒരു അറിവാണ്, ഒരു ശാസ്ത്രമാണ്. പക്ഷെ ആ വിത്ത് മുളക്കൂല.
ആ വിത്ത് കൊണ്ട് കായ്ക്കുന്ന പച്ചക്കറി തിന്നാനേ പറ്റൂ. അതിൻ്റെ കുരു എടുത്താൽ അത് മുളക്കൂല. അതുകൊണ്ട് അതിനെ അന്തക വിത്ത് എന്നാണ് വിളിക്കുന്നത്. അവസാനിപ്പിക്കുന്ന വിത്താണ്. അള്ളാഹു സൃഷ്ടിച്ച വിത്ത് ഉണ്ടാക്കുന്ന വിത്താണ്. ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മത്തൻ കുരുവിൽ നിന്ന് ആയിരക്കണക്കിന് മത്തൻ ചെടികൾ, ഒരു കുമ്പളങ്ങ കുരുവിൽ നിന്ന് എണ്ണമില്ലാത്ത കുമ്പളങ്ങകൾ, അതിൻ്റെ വള്ളികൾ, ചെടികൾ. ഇവരുൽപ്പാദിപ്പിച്ച മത്തൻ, ആ മത്തനോടുകൂടി അതിൻ്റെ ഖിയാമത്താണ്, അത് അവസാനിക്കുകയാണ്. അതും ഉണ്ടാക്കുന്നത് ഒരു ഇൽമാണ്, ഒരു അറിവാണ്. അങ്ങനെ എല്ലാ രീതിയിലും അരാജകത്വം വരുന്ന ഒരു കാലത്ത് ആളുകൾക്കിടയിൽ വേലി കെട്ടാൻ, ഭിന്നിപ്പുണ്ടാക്കാൻ പല ശ്രമങ്ങളും, മതസമൂഹങ്ങൾക്കിടയിൽ വർഗീയത പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒക്കെ നടക്കുന്ന ഒരു കാലത്ത് മാനവികതയുടെ, മാനവൈക്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സൗമനസ്യത്തിൻ്റെ ഉന്നതമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇസ്ലാമിക സാഹിത്യരംഗത്ത് വ്യക്തമായ കയ്യൊപ്പ് ചാർത്തി പ്രസാധന രംഗത്ത് മുന്നേറ്റത്തിന്റെ പുതിയ ചുവടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്. പ്രസാധനത്തിനു പുറമെ നൂതന സാങ്കേതിക വിദ്യകളുമായി ബദർ TV ചാനൽ. ഇസ്ലാമിക സംസ്കാരവും ചരിത്ര സ്മൃതിയും ഉറങ്ങിക്കിടക്കുന്ന മക്കയിലേക്ക് ബദർ ഉംറ ഗ്രൂപ്പ്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള സിയാറത്ത് കേന്ദ്രങ്ങളിലേക്ക് സിയാറത്ത് ടൂർ പാക്കേജ്. ലോകത്ത് നടക്കുന്ന ഇസ്ലാമിക ചലനങ്ങളുമായി ബദർ ഓൺലൈൻ ചാനൽ. ബിസിനസ് രംഗത്ത് കാലിക കാഴ്ചപ്പാടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്, കോഴിക്കോട് 4. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക BadarPublications.com. ബന്ധപ്പെടുക സുന്നി കൈരളിയുടെ മനസ്സറിഞ്ഞവർ, ബദർ പബ്ലിക്കേഷൻസ്, മർക്കസ് കോംപ്ലക്സ് അനെക്സ്, കോഴിക്കോട് 4. ഫോൺ 04952723 439, 9249946233, 9048128414. ഞങ്ങളുടെ ഓൺലൈൻ വിലാസം www.badar313.com.